പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം സമ്മാനിക്കുന്നത് ആർക്കാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ഏറെ സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയത് അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി, ശരിയായ വിശ്വാസം പുലർത്തുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത ആളുകൾ. അവർക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ഔലിയാക്കളുടെയും വിജയത്തിൻ്റെ അടിസ്ഥാനം ദൃഢമായ ഒരു വിശ്വാസമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശരിയായ വിശ്വാസം. ആ വിശ്വാസത്തിന് അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം, അനുഷ്ഠാനങ്ങൾ, കർമ്മങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് കൂടിയപ്പോഴാണ് ആബാലവൃദ്ധം ജനങ്ങളും ആദരിക്കുന്ന പദവിയിലേക്ക് സ്വാലിഹീങ്ങൾ എത്തിപ്പെട്ടത്. അതുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ അറിയാനും അനുകരിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. പുതിയ കാലത്ത് വിശ്വാസപരമായി പല വൈകല്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വൈകല്യങ്ങളെയൊക്കെ മറികടക്കാനുള്ള കരുത്ത് നമ്മുടെ വിശ്വാസത്തിനുണ്ടാവണം. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൻ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കിത്തരുന്നവൻ ആരാണ്? നമുക്ക് നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ അനുഗ്രഹങ്ങളുടെയും അധിപനാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. സർവാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ സർവാധിപതിയായ അല്ലാഹുവിനെ അറിയുക എന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവ്. ഈ ലോകത്തെ ഏറ്റവും വലിയ അറിവ് ഏതാണ്? ഈ ലോകത്തെ ഏറ്റവും വലിയ ബോധ്യം ഏതാണ്? ഈ ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനം ഏതാണ്? നമ്മൾ പലപ്പോഴും ഭൗതികമായ പല ഡിഗ്രികളുടെയും വിലാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിജ്ഞാനത്തെ അളക്കുന്നത്. എന്നാൽ ഈ ലോകത്തൊരു മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ അറിവ് മഅരിഫത്തുല്ലാഹി, അല്ലാഹുവിനെ അറിയലാണ്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന അധിപതിയായ സർവാധികാരിയായവൻ ആരാണ്? അവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനെ അറിയുമ്പോഴാണ് നമ്മുടെ അറിവ് ശരിയായ ദിശയിലായി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ആ അല്ലാഹുവിനെ അറിയണമെങ്കിൽ എന്തു വേണം? ഫൻളുർ ഇലാ നഫ്സിക സുമ്മ അൻതഖിലി ഫിൽ ആലമിൽ ഉൽവി സുമ്മ അസ്സുഫ്ലി തജിദ് ബിഹി സുൻഅൻ ബദീഅൽ ഹികമി. ഫൻളുർ ഇലാ നഫ്സിക, നീ നിന്നിലേക്ക് തന്നെ കൃത്യമായി ഒന്ന് അന്വേഷിക്കുക. നിന്റെ ശരീരത്തെയും നിന്റെ ആത്മാവിനെയും നിനക്ക് ലഭിച്ചിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളെയും നീ കൃത്യമായി ഒരു അവലോകനം നടത്തുക.
അങ്ങനെ ഒരു അവലോകനം നീ നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, എൻ്റേതെന്ന് പറയാൻ എൻ്റെ പക്കൽ എന്താണുള്ളത്? എൻ്റേതെന്ന് പറയാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. എനിക്കുള്ളതെന്ന് ഞാൻ അവകാശപ്പെടുന്നത് മുഴുവനും എനിക്ക് ലഭിച്ച കാര്യങ്ങളാണ്, ഞാൻ ഇടപെട്ട കാര്യങ്ങളല്ല. എൻ്റെ ജന്മദിനം തീരുമാനിച്ചത് ഞാനല്ല, എൻ്റെ ജന്മദേശം തീരുമാനിച്ചത് ഞാനല്ല, എൻ്റെ നീളമോ എൻ്റെ നിറമോ എൻ്റെ വണ്ണമോ എൻ്റെ ഉപ്പയെയോ എൻ്റെ ഉമ്മയെയോ ഒന്നും തിരഞ്ഞെടുത്തത് ഞാനല്ല. എല്ലാം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ ഈ എല്ലാം എനിക്ക് ലഭിച്ചിട്ടുള്ളത് മാത്രമാണ്, ഞാൻ രൂപപ്പെടുത്തിയത് എന്ന് പറയാൻ കഴിയില്ല. ഇനി എന്നാണ് മരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും നമ്മളല്ല. നമ്മൾ വലിയ അവകാശവാദങ്ങൾ പറയും. എൻ്റേത് എൻ്റേത് എന്ന അവകാശവാദം പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. നമ്മുടെ സമ്പാദ്യങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല. താൽക്കാലികമായ വിനിയോഗത്തിന് വേണ്ടി അല്ലാഹു തആല നമ്മുടെ പക്കൽ നൽകിയതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പക്കൽ നിന്നത് മാറ്റപ്പെടും. നമ്മുടെ മക്കളിലേക്ക്, പേരമക്കളിലേക്ക്, നാട്ടുകാരിലേക്ക് അത് മാറും. കുറഞ്ഞ ഒരു കാലത്തേക്ക് വിനിയോഗത്തിന് നിങ്ങളുടെ കയ്യിൽ 4 ക്യാഷ് നൽകിയിട്ടുണ്ട് എന്നല്ലാതെ നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ പക്കൽ ഒന്നുമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് വരുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ എല്ലാവരും വേദനിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന അപകട ഭൂമിയിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ പരിപാടിയിലേക്ക് വന്നത്. ഇന്ന് രാവിലെ താനൂരിൽ മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുടെ ജനാസ വെച്ചിട്ടുള്ള തിരൂരങ്ങാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിൻ്റെ മുറ്റത്ത് എത്രയോ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവിടെ 10 ജനാസകൾ ആ ഹോസ്പിറ്റലിലുണ്ട് എന്നാണ് ചെല്ലുമ്പോൾ അറിയുന്നത്. പ്രിയമുള്ളവരെ, അവിടുന്ന് 4 പേരുടെ ജനാസ കുളിപ്പിച്ച് അതിൻ്റെ നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ആ മരണപ്പെട്ടവരുടെ വീട്ടിലൊന്ന് പോകാൻ വിചാരിച്ചു. പടച്ചവനെ, ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇന്നാ ലില്ലാഹ് 3 പുരുഷന്മാരിരുന്ന് വിങ്ങി പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സഹോദരന്റെ ഭാര്യയും 4 മക്കളുമാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ അനുജന്റെ ഭാര്യയും 3 മക്കളുമാണ് മരണപ്പെട്ടു പോയത്. അവരുടെ കൂടെ സഹോദരനെ പോലെ, ഉടപ്പിറപ്പിനെ പോലെ ജീവിക്കുന്ന മറ്റൊരു സഹോദരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളുമാണ് മരണപ്പെട്ടു പോയത്. ഈ 3 പുരുഷന്മാർക്ക് ഇനി മക്കളായി ഒരാളും ബാക്കിയില്ല. അതാ താനൂരിൻ്റെ ഓരത്ത് കടപ്പുറത്തിനോട് ചേർന്ന് 11 ഖബറുകൾ ഒരുമിച്ചൊരുക്കിയാണ് ആ ഓമന മക്കളെയും അവരുടെ ഉമ്മമാരെയും മറമാടിയത്. അള്ളാഹുവിൻ്റെ വിധി എന്നല്ലാതെ എന്ത് പറയാനാണ്? സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പോകുന്ന കുടുംബമല്ലത്രേ. ആദ്യമായിട്ടവര് പോവാണ്, ആദ്യമായിട്ടവര് പോവുകയാണ്. ഇത് അവസാനത്തെ യാത്രയാണെന്ന് അവര് നനച്ചില്ല. ഓമന മക്കളും പ്രിയപ്പെട്ട ഉമ്മമാരും എന്നേക്കുമായി ഈ ലോകത്തുനിന്ന് യാത്രയായി. ആരുടെ തീരുമാനമാണെന്ന് ചോദിക്കുമ്പോൾ അവസാനം എല്ലാവർക്കും ആശ്വസിക്കാനുള്ളത് ഇത് പടച്ചവന്റെ വിധിയാണ്, ഇത് പടച്ചവന്റെ വിധിയാണ്. അല്ലാഹു തആല മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. എല്ലാവരും നഷ്ടപ്പെട്ട് വേറാർക്കും പങ്കുവെക്കാനാവാത്ത അത്രയും കനത്ത ദുഃഖത്തോടെ കഴിയുന്ന ആ സഹോദരങ്ങൾക്ക് അല്ലാഹു ജല്ല ശഅനുഹു തബാറക വ തആല
അള്ളാഹുവിൻ്റെ വിധിയിൽ ക്ഷമിക്കാനുള്ള മനസ്സ് നൽകട്ടെ. ഇനി ആർക്കു വേണ്ടി ജീവിക്കണമെന്ന്, ഇനി എന്തിനധ്വാനിക്കണമെന്ന്, വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടല്ലാതെ ആരുമില്ലാത്ത അവസ്ഥയിലേക്ക് ആ 3 സഹോദരന്മാർ, ചെറുപ്പക്കാരായ 3 ആളുകൾ ജനാസ കൊണ്ടുവച്ചപ്പോ പോയി നോക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ അവരവിടെ ഇരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. രക്ഷിതാവായ റബ്ബേ, ആ ഖബറിൻ്റെ ഉള്ളറയിൽ, ഖബറിലെ ആദ്യ രാത്രി കഴിയുന്ന ആ സഹോദരിമാർ, ആ ഉമ്മമാർ, അല്ലാഹുവേ അവർക്ക് നീ തുണയാകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇതുപോലെ നാൾക്കുനാൾ നമ്മളിൽ നിന്ന് ആളുകൾ പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഏതോ ഒരു നിമിഷം എവിടെയോ വെച്ച് യാത്രയാകേണ്ടവരാണ്. നമ്മുടേതെന്ന് പറയാൻ നമ്മുടെ പക്കലൊന്നുമില്ല. അതുകൊണ്ടാണ് ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ പറഞ്ഞത്, ഫൻളുർ ഇലാ നഫ്സിക, നീ നിന്റെ നഫ്സിലേക്കൊന്ന് നോക്കണേ മോനെ. നീ നിന്നെക്കുറിച്ച് പഠിക്കണം. നീ നിന്റെ സ്വന്തത്തെക്കുറിച്ച് അവലോകനം നടത്തണം. നിന്റേതെന്ന് പറഞ്ഞ് അവകാശം പറയുന്ന എന്താണ് യഥാർത്ഥത്തിൽ നിനക്കുള്ളത്? ഒന്നും നിന്റേതെന്ന് പറയാനില്ല. അതുകൊണ്ട് മോനെ, നീ നിന്നെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എൻ്റെ നിയന്ത്രണത്തിലൊന്നുമില്ല എന്ന് മനസ്സിലാകുന്നത്. കണ്ടില്ലേ, പെട്ടെന്നൊരു വേദന എന്താണെന്നറിയില്ല. അപ്പോഴാണ് ഡോക്ടർ പറയുന്നു ഒരു ടെസ്റ്റ് നടത്തണം. അടുത്ത നിമിഷം പറയുന്നു ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു എന്ന്. അതോടെ മനസ്സ് പകുതിയങ്ങ് മരിച്ചു പോയില്ലേ? പകുതി മനസ്സുകൊണ്ട് മരിച്ചുപോയി. പിന്നെ വൈകാതെ ഈ ലോകത്തുനിന്ന് യാത്രയാവുകയാണ്. അരോഗദൃഢഗാത്രനായി നടക്കുമ്പോൾ ആരോഗ്യത്തിന് മൂല്യമറിഞ്ഞില്ല. ആരോഗ്യമുള്ള കാലത്ത് ആരോഗ്യത്തിൻ്റെ മൂല്യമറിഞ്ഞില്ല. ആരാണിത് തന്നത് എന്ന് മനസ്സിലായില്ല. അവനിങ്ങനെ നടക്കുകയാണ്. ഫൻളുർ ഇലാ നഫ്സിക, നീ നിന്റെ നഫ്സിലേക്കൊന്ന് നോക്കണേ മോനെ. മാ ഗറക ബിറബ്ബിക്കൽ കരീം, എങ്ങനെയാണ് നീ നിന്റെ സ്രഷ്ടാവിനെ വഞ്ചിക്കുക? അല്ലദീ ഖലഖക ഫസവ്വാക വഅദലക, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ അല്ലദീ ഖലഖക ഫസവ്വാക, നിന്നെ സൃഷ്ടിച്ച് ന്യൂനതകളില്ലാതെ ഒരു മനുഷ്യനായി പടച്ച അള്ളാഹുവിനോട് നീ എങ്ങനെയാണ് മോനെ ഇങ്ങനെ പെരുമാറാനാവുക? നീ നിന്നിലേക്ക് തന്നെ ഒന്ന് പഠിച്ചു നോക്കണേ. ഫൻളുർ ഇലാ നഫ്സിക സുമ്മ തഖിലീ, നീ എന്നിട്ട് ആലോചിക്കണം. ഫിൽ ആലമിൽ ഉൽവി, ഉപരിലോകത്തേക്ക് നീ ഒന്ന് നോക്കണേ മോനെ. ആകാശലോകത്തേക്ക്. ആകാശത്തിന്റെ നിയന്ത്രണം ആരുടെ പക്കലാണ്? അധിപൻ ആരാണ്? സൂര്യചന്ദ്രാദികളുടെ നിയന്ത്രണം ആരുടെ പക്കലാണ്? നീ ശരിക്കൊന്ന് വിലയിരുത്തണം. പിന്നെ നീ ഭൂമിയിലേക്കും ഒന്ന് നോക്കണം. അങ്ങനെ നീ ഒന്ന് നിരീക്ഷിച്ചാൽ തജിദ് ബിഹി, അപ്പോൾ നിനക്ക് ലഭിക്കും സുൻഅൻ ബദീഅൽ ഹികമീ, പരിപൂർണമായ ആസൂത്രണത്തോടെ ഈ ലോകത്തെ പരിപാലിച്ച ഒരു രക്ഷിതാവുണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെടും മോനെ. നീ ആലോചിക്കണം. ഇസ്ലാം പറയണത് അന്ധമായി വിശ്വസിക്കാനല്ല, ഇസ്ലാം പറയണത് ആലോചിക്കണമെന്നാണ്.
പ്രിയമുള്ളവരെ, ഞാൻ ഈ ചൊല്ലിയ വരികൾ മദ്രസയിൽ നിന്ന് മക്കൾ പഠിക്കുന്ന അഖീദയാണ്. നമ്മുടെ മദ്രസകളിൽ നിന്നാണ് നമ്മുടെ മക്കൾക്ക് അഖീദ ലഭിച്ചത്. നമ്മുടെ മദ്രസകളിൽ നിന്നാണ് നമ്മുടെ മക്കൾക്ക് ഖുർആൻ പാരായണം ലഭിച്ചത്. നമ്മുടെ മദ്രസകളിൽ നിന്നാണ് നമ്മുടെ മക്കൾക്ക് കർമ്മശാസ്ത്രം ലഭിച്ചത്. അതുകൊണ്ട് ഇന്ന് മദ്രസകളൊക്കെ ഒരു പ്രധാന പ്രമേയമല്ലാതെ ആവുകയാണ്. എല്ലാ മഹല്ലുകളിലും മദ്രസകൾ നവീകരിക്കപ്പെടണം. ഇന്ന് കോടികൾ ചെലവഴിച്ച് പല പരിപാടികളും നടത്താൻ നമ്മുടെ മഹല്ലുകൾ തയ്യാറാണ്. പക്ഷേ ഈ സമുദായത്തിലെ ആ മഹല്ലിലെ അടുത്ത ഒരു ജനതയുടെ വിശ്വാസത്തെ, കർമ്മത്തെ, അനുഷ്ഠാനത്തെ, പാരായണത്തെ നിയന്ത്രിക്കുന്ന മദ്രസകളെ നവീകരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ മദ്രസകളിൽ ആധുനിക പഠന സംവിധാനങ്ങൾ വരണം. ക്ലാസ് റൂമുകൾ നവീകരിക്കപ്പെടണം. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ വരണം. നമ്മുടെ മദ്രസ അധ്യാപകന്മാർ കൃത്യമായ യോഗ്യതയുള്ളവരായി മാറണം. അതിന് നമ്മുടെ മഹല്ലിനൊരു പിശുക്കുണ്ട്. മുഅല്ലിമുകൾക്ക് ശമ്പളം കൊടുക്കുന്നതിലും നിയോഗിക്കുന്നതിലും മിക്ക മഹല്ലുകളും മഹാപിശുക്കാണ് കാണിക്കുന്നത്. സെക്രട്ടറിൻ്റെ കീശേന്ന് കൊടുക്കും പോലെയാണ് അവർ ശമ്പളം നിയന്ത്രിക്കുന്നത്. മാന്യമായ നല്ല ഉയർന്ന ശമ്പളം കൊടുക്കണം. നിശ്ചിതമായ യോഗ്യതകളുള്ളവരെ മദ്രസകളിൽ മുഅല്ലിമുകളാക്കി വെക്കണം. ഒരു ക്ലാസ്സിന് ഒരു അധ്യാപകനെങ്കിലും മിനിമം ഉണ്ടാവണം. മാന്യമായ ശമ്പളം കൊടുത്ത കഴിവുള്ള അധ്യാപകരെ വെച്ച് മദ്രസകൾ നവീകരിക്കണം. എന്നിട്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിൽ കൃത്യമായ നിലവാരം പരിപാലിക്കുകയും പരിശോധിക്കുകയും വേണം. ഇന്ന് നല്ലൊരു ശതമാനം മഹല്ലുകളും ഈ വിഷയത്തിൽ അശ്രദ്ധരാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സോഷ്യൽ മീഡിയയിലൂടെ നിരീശ്വരവാദികളുടെയും യുക്തിവാദികളുടെയും ഇസ്ലാമിക വിരുദ്ധരായ പലരുടെയും പല വാദങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ മക്കൾ മാറിയാലോചിക്കുന്നത്, ശരിയായ അഖീദ അവർക്ക് മദ്രസയിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. മഹല്ലിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം മദ്രസ സമഗ്രമാക്കുക എന്നതാണ്. അതിന് എത്ര കോടി ചെലവഴിച്ചാലും അത് നഷ്ടമല്ല. നമ്മുടെ മക്കളുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം മദ്രസയിൽ നിന്നാണ് ശരിപ്പെടേണ്ടത്. രാവിലെ അരമണിക്കൂർ അല്ലെങ്കിൽ വൈകുന്നേരം 3/4 മണിക്കൂർ ഒരു ഉസ്താദിന്റെ മുമ്പിൽ 4 ക്ലാസ്സിലെ കുട്ടികൾ, എങ്ങനെയാണ് ഒരു അധ്യാപകൻ ഈ 4 ക്ലാസ്സിലെ കുട്ടികളെയും പഠിപ്പിക്കുക? സാധ്യമല്ല. മദ്രസ എന്ന് പറഞ്ഞാൽ ഒരു ഉപചാരമല്ല. കാര്യക്ഷമമായി നമ്മുടെ മക്കളുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിലെ മദ്രസകൾ ശരിയായ രൂപത്തിൽ മക്കളെ തർബിയത്ത് ചെയ്യാൻ പറ്റുന്ന അധ്യാപകരുണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മക്കൾ ഈ നാട്ടിലെ മാതൃകായോഗ്യരായ പുരുഷന്മാരായി വരിക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മഹല്ല് കമ്മിറ്റികൾ ഏറ്റവും ഉണരേണ്ടത് അതാതു നാട്ടിലെ മദ്രസകളെ നവീകരിക്കാനാണ്. ആവശ്യമായ ഭൗതിക സംവിധാനം കൊണ്ടുവരണം. മാന്യമായ ശമ്പളം കൊടുക്കണം. യോഗ്യരായ അധ്യാപകരെ വെക്കണം. കൃത്യമായ നിരീക്ഷണം നടക്കണം. കൃത്യമായ നിരീക്ഷണം നടക്കണം. പല സ്ഥലങ്ങളിലും റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ പല മഹല്ലുകളിലെയും പരിപാടികളിൽ നമ്മൾ സംബന്ധിക്കും. അവിടെ ഇതര മതസ്ഥരായ പല രാഷ്ട്രീയ നേതാക്കന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമ്മുടെ മക്കൾ പഠിക്കണം. ഈ നാട്ടിലെ എല്ലാ മക്കളും മതപരമായ അടിസ്ഥാന വിദ്യാഭ്യാസം പരിപൂർണമായും നേടിയിരിക്കണം. വീക്കെൻഡുകളിൽ കിട്ടുന്ന പരമാവധി സമയം വ്യവസ്ഥാപിതമായി മദ്രസ പഠനം നടക്കണം. ഏറ്റവും ചുരുങ്ങിയത് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈമാനും ഇസ്ലാമും പരിരക്ഷിക്കാനും വികലമായ വിശ്വാസങ്ങളിൽ വീണുപോകാതിരിക്കാനുമുള്ള വിവരം നമ്മുടെ മക്കൾക്ക് മദ്രസകളിൽ നിന്ന് ലഭിക്കണ്ടേ. ഇവിടെ വിദ്യാഭ്യാസപരമായി
പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടായി. പക്ഷേ നമ്മുടെ മദ്രസകൾക്ക് വേണ്ട പോലെ മാറ്റമുണ്ടായില്ല. അതിന് സമുദായം ഒരുങ്ങണം. ഈ മഹല്ലിൽ ഈ കൊല്ലം SSLC എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മഹല്ല് നേരിട്ട് വിളിച്ചു വരുത്തി ഉത്ബോധനം നൽകണം. മക്കളെ, നിങ്ങൾ ഈ ലോകത്ത് ഏത് കോഴ്സ് പഠിക്കാൻ പോയാലും നിങ്ങൾക്ക് മതപരമായ പരിസരത്ത് നിന്ന് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മതം നഷ്ടപ്പെടുത്തിയിട്ട് ഡോക്ടറാവേണ്ട ആവശ്യമില്ല. മതം പണയം വെച്ചിട്ട് എഞ്ചിനീയർ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെഡിസിന് പഠിച്ചാലും എഞ്ചിനീയറിങ്ങിന് പഠിച്ചാലും ഏത് ഹൈ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിച്ചാലും നിങ്ങൾക്ക് ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് പഠിക്കാം. ഈ ബോധം നമ്മുടെ മക്കൾക്ക് നൽകണം. അതിന് മഹല്ല് കമ്മിറ്റികൾ ഒരുങ്ങണം. ഈ കൊല്ലം എത്ര ആളുകളുടെ SSLC എഴുതിയെന്ന കൃത്യമായ കണക്ക് വേണം. അവരെ മുഴുവനും വിളിച്ച് അവരുടെ ടേസ്റ്റിനും അഭിരുചിക്കും അനുസരിച്ചുള്ള ഉപരിപഠനത്തിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണം. അപ്പോൾ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കേരളത്തിലെ ഉലമാക്കളുടെ ദീർഘവീക്ഷണം കൊണ്ട് ഇന്ന് സമന്വയ വിദ്യാഭ്യാസം വ്യാപിച്ച ഒരു കാലമാണ്. നമ്മുടെ മക്കൾക്ക് മെഡിസിന് പഠിക്കുന്നതോടൊപ്പം ആലിമാകാൻ പറ്റും. എഞ്ചിനീയർ ആകുന്നതോടൊപ്പം ആലിമാവാൻ പറ്റും. അവർക്ക് MBA നേടുന്നതോടൊപ്പം ആലിമാവാൻ പറ്റും. അങ്ങനെ ഏത് പൊതുവിദ്യാഭ്യാസത്തിനും ഒപ്പം ആലിമായി മതവിദ്യാഭ്യാസം ആർജിക്കാനുള്ള പരിസരം നമ്മുടെ രാജ്യത്തുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ടാവാം. നിങ്ങളുടെ മക്കൾ +1ഉം +2ഉം പഠിക്കാൻ ഇവിടെ തൊട്ടടുത്തുള്ള പൊതുവിദ്യാലയത്തിൽ പോകുന്നതിന് പകരം അവരെ ഇസ്ലാമികമായ തർബിയത്തിനോടൊപ്പം +1ഉം +2ഉം പഠിക്കാൻ അവസരം നൽകിയാൽ അവര് 5 നേരത്തെ നിസ്കാരം വീഴ്ചയില്ലാതെ നിർവഹിച്ച് ഇസ്ലാമിക ബോധത്തിൽ അവർ നല്ല മാർക്ക് വാങ്ങി 2 കൊല്ലം കഴിയുമ്പോൾ +2 പാസ്സായി വരുന്നത് കാണാൻ താല്പര്യമില്ലേ ഉപ്പാ? സയൻസ് പഠിച്ചോ, എൻട്രൻസ് കോച്ചിങ് കൊടുത്തോ, ഏത് കൊടുത്താലും വേണ്ടില്ല. നമ്മുടെ ആളുകളുടെ അവബോധം നന്നാവണം. എന്റെ മകന് ജുമഅയും 5 നേരത്തെ നിസ്കാരവും ഒന്നും പ്രശ്നമല്ല, പാലായിന്ന് പഠിച്ചാലേ ഡോക്ടറാവൂ എന്ന് ചിന്തിക്കുന്ന വിചാരം മാറ്റേണ്ട കാലം അധികരിച്ചിരിക്കുന്നു. നമ്മുടെ ഡിഗ്നിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുക, എൻ്റെ മോള് പാലായിൽ എൻട്രൻസ് ചെയ്യുക. പാലായി കിട്ടുന്ന കോഴ്സ് കിട്ടാൻ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. നിസ്കാരം ഖളാ ആക്കാതെ ജുമഅ നഷ്ടപ്പെടാതെ എൻട്രൻസ് കോച്ചിങ് നേടാൻ നമുക്കിന്ന് ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മുടെ മക്കളെ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലേക്ക് എത്തിക്കണം. +2 സയൻസ് കഴിഞ്ഞു മെഡിസിൻ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ അഡ്മിഷൻ നേടുകയാണ്. അവർ ജീവിക്കുന്ന പരിസരങ്ങളെ കുറിച്ച് ആലോചിക്കണം. നല്ല ധാർമ്മികമായ പരിസരത്ത് നിന്നുകൊണ്ട് അവർക്ക് മെഡിസിൻ പഠിക്കാൻ ഇന്ന് വിവിധങ്ങളായ അവസരങ്ങളുണ്ട്. 1 കോടിയും 1.5 കോടിയും ഒക്കെ ചെലവഴിച്ച് മക്കളെ പഠിപ്പിച്ചിറക്കുന്ന രക്ഷിതാക്കൾക്ക് പഠനം പൂർത്തിയാകുമ്പോൾ കേവലം ഒരു MBBS അല്ലാതെ ഉപ്പയോടുള്ള ഉമ്മയോടുള്ള മതത്തോടുള്ള ചിന്തകളെല്ലാം അന്യമാകുന്ന ഒരു കാലത്ത് മാതാപിതാക്കളെ ബദ്ധശ്രദ്ധയോടെ വേണം മക്കളെ പഠിപ്പിക്കാൻ. അവർക്ക് ശരിയായ അഖീദ കിട്ടണം. ഈമാൻ കാര്യം അവർ കുറയ്ക്കണം. അത് വേണ്ട പോലെ ഉറപ്പിക്കാതെ വന്നപ്പോഴാണ് ആരോ ചില ആളുകൾ എക്സ് മുസ്ലിങ്ങളെന്നോ കാഫിർ എന്നോ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുമ്പോൾ നമ്മുടെ മക്കൾ ഇന്ന് അത്തരം പ്രചരണങ്ങളിൽ പല സ്ഥലത്തും സംശയാലുക്കളാവുകയാണ്. അവർക്ക് കൊടുക്കേണ്ട വിജ്ഞാനം നമ്മൾ നൽകിയില്ല. ഈ സമുദായം കൃത്യമായ ഒരു നവീകരണത്തിന് വിധേയമാവണം. നമ്മുടെ ഉറൂസുകളൊക്കെ നവീകരിക്കേണ്ട കാലം കഴിഞ്ഞു. സാമ്പ്രദായികമായ രീതിയിൽ നിന്നൊക്കെ മാറണം.
ഔലിയാക്കളെ മാറ്റാനോ കറാമത്ത് മാറ്റാനോ അല്ല. നമ്മൾ ഈ ഒരാഴ്ച നടത്തുന്ന ഉറൂസിലൂടെ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ത്? കേവലമായ ഒരാഘോഷമാണോ? ഈ മഹല്ലിലെ ഏതെങ്കിലും പ്രോജക്റ്റുകൾക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണോ? അതല്ല, ഒരാചാരം നടത്തിക്കൊണ്ടുപോകാനുള്ള കേവലമായ പദ്ധതിയാണോ? അതല്ല, ആസൂത്രിതമായി ചില ആത്മീയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണോ? കൃത്യമായി ഉറൂസ് കമ്മിറ്റികൾ ആലോചിക്കണം. മാമൂലുകൾ നടത്താനല്ല നമ്മൾ ഉണ്ടാവേണ്ടത്, ആലോചിച്ചുകൊണ്ട് കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ നമ്മുടെ നേതൃത്വങ്ങൾക്ക് കഴിയണം. കാലോചിതമായി സമുദായത്തെ ഉയർത്താൻ കഴിയണം. സാമ്പ്രദായികമായ രീതികളിലൂടെ മാത്രം പോയാൽ പോരാ. നമ്മുടെ ഒരു കൊല്ലത്തെ ഉറൂസ് കഴിഞ്ഞ് വരവ് ചെലവ് കണക്ക് മാത്രം വായിച്ചാൽ പോരാ. ഇവിടെ ഉണ്ടായ ധാർമ്മിക പ്രവർത്തനങ്ങൾ എന്ത്, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്ത്, ലക്ഷ്യം വെച്ചതെന്ത്, നേടിയതെന്ത് എന്ന് കൃത്യമായ ഒരു മൂല്യനിർണയം നടക്കണം. നമ്മുടെയൊക്കെ പല നാടുകളിലും ഉറൂസുകൾ നടക്കും. വലിയ വലിയ പള്ളികളുണ്ട്, മദ്രസകളുണ്ട്. പക്ഷേ ഈ കാലത്തിനിടയിൽ നമ്മുടെ നാട്ടിലെ എത്രയോ സ്ത്രീകൾക്ക് പരിശുദ്ധമായ ഖുർആനിനെ സമഗ്രമായി പാരായണം ചെയ്യാനും പഠിപ്പിക്കാനുമുള്ള സ്ഥിര സംവിധാനങ്ങൾ എത്ര മഹല്ലുകളിലുണ്ട്? എത്ര മഹല്ലുകളിലുണ്ട്? നമ്മൾ ആലോചിക്കണം. രാവിലെ കുട്ടികൾക്ക് 2 മണിക്കൂറോ 1 മണിക്കൂറോ മദ്രസ കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നല്ല സൗകര്യമുള്ള മദ്രസ ക്ലാസ് റൂമുകൾ ഒഴിവാണ്. ഉമ്മമാര് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ആഴ്ചയിൽ 3-4 ദിവസം ഈ മഹല്ലിലെ വനിതകൾക്ക് നല്ല ഒരു കോഴ്സ് കൊടുക്കാൻ ഇവിടുത്തെ മഹല്ല് കമ്മിറ്റിക്ക് സാധിക്കണം. അവർ ഖുർആൻ പഠിക്കട്ടെ, അവർ ഫിഖ് പഠിക്കട്ടെ, അവർ ഇസ്ലാമിക ജീവിതം പഠിക്കട്ടെ, അവർ ഇസ്ലാമിൻ്റെ പേരിലുള്ള ഡിപ്ലോമയും ഡിഗ്രിയും എടുക്കട്ടെ. അവർ അല്ലാഹുവിൻ്റെ പവിത്രമായ ദീന് പഠിച്ച് അവരുടെ ജീവിതത്തെ ലക്ഷ്യപൂർണ്ണമാക്കാൻ അവർക്ക് സാധിക്കട്ടെ. എങ്ങനെയാണ് മക്കളെ തർബിയത്ത് ചെയ്യേണ്ടത് എന്നവർക്ക് ബോധ്യമുണ്ടാകട്ടെ. അങ്ങനെ ഈ മഹല്ലിൽ 2 കൊല്ലത്തെ പരിപാടികൾക്കിടയിൽ എന്തു നേടി എന്ന ഒരു കൃത്യമായ മൂല്യനിർണയം ഇവിടുത്തെ ഉമറാക്കളുടെ മനസ്സിൽ വന്നാൽ ഈ ഒരു 2 കൊല്ലത്തെ ഉറൂസിനിടയിൽ ഈ നാട്ടിലെ 500 വനിതകൾ പരിശുദ്ധമായ ഖുർആനിൻ്റെ കൃത്യമായ പാരായണം പഠിച്ചു. ഒരു ഉറൂസിന് നമുക്ക് വായിക്കാൻ പറ്റണം. 500 വനിതകൾ തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം പഠിച്ചു. 500 വനിതകൾ സൂറത്തുൽ നൂറിൻ്റെയും സൂറത്തുൽ ഹുജറാത്തിൻ്റെയും വ്യാഖ്യാനം പഠിച്ചു. 500 വനിതകൾ ഫത്ഹുൽ മുഈനിൻ്റെ പ്രധാന ഭാഗം പഠിച്ചു. 500 വനിതകൾ ഇവിടെ പരിശുദ്ധമായ ഹദീസ് പഠിച്ചു. അവരിൽ അവബോധമുണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ യുവാക്കൾ ഇത്രമേൽ ധാർമ്മികമായ വിദ്യാഭ്യാസം നേടി. ഈ നാട്ടിലെ ഈ മഹല്ലിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആത്മീയമായ ഉണർവിന് വേണ്ട നിരന്തരമായ പരിപാടികൾ വേണം. ഉറൂസ് സംഘടിപ്പിക്കാൻ ആളുണ്ട്, ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ ആളുണ്ട്, വളണ്ടിയർ ആവാൻ ആളുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ചെലവഴിച്ച് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഈ നാട്ടിൽ ആളുകളില്ലെങ്കിൽ ഈ നാടിൻ്റെ ആത്മീയ ചൈതന്യം എങ്ങനെ വളർന്നു വരാനാണ്? എങ്ങനെ വളർന്നു വരാനാണ്? നമ്മുടെ പള്ളിയിൽ സുബഹിക്ക് ജമാഅത്തിന് എത്താൻ കഴിയുന്നവരിൽ എത്ര ശതമാനം ആളുകൾ ജമാഅത്തിനെത്തുന്നുണ്ട്? ഒരു മഹല്ലെന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ്. 500-ലേറെ കുടുംബങ്ങളുള്ളതാണ് ഈ മഹല്ലെന്നറിയാൻ കഴിഞ്ഞു. ഇവിടുത്തെ മഹല്ല് നേതാക്കന്മാർ കൃത്യമായ വിഷനോടുകൂടി ഈ മഹല്ലിനെ നയിക്കാനാവണം. ഈ മഹല്ലിന് വേണ്ടി സ്വയം പര്യാപ്തമാകാൻ പറ്റുന്ന ഭൗതിക ആത്മീയ പരിസരങ്ങൾ വരണം. ഈ കൊല്ലം ഇവിടെ നിന്ന് എത്ര കുട്ടികളാണ് മതപഠനം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ആലിമീങ്ങളാവാൻ ഒരുങ്ങുന്നത് എന്ന് മഹല്ല് കമ്മിറ്റിക്ക് ബോധ്യമുണ്ടാകണം.
എത്ര ആളുകളാണ് ആലിം ബിരുദമെടുത്തിറങ്ങിയത്, അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണ്ടതുണ്ടോ എന്ന് മഹല്ല് പഠിക്കണം. ഇങ്ങനെയെല്ലാം ഒരു മഹല്ല് പഠിക്കുമ്പോഴാണ് ആ നാട്ടിൽ പുരോഗമനമുണ്ടാവുക, അവിടെ ചൈതന്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് സമൂഹമേ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാലം അധികരിച്ചിരിക്കുകയാണ്. നമ്മൾ ഉണരേണ്ട കാലം കഴിഞ്ഞു. നമ്മളിങ്ങനെ പണ്ട് മുതലേ നടത്തി വരുന്നു. ആ നടത്തുന്നൊരു സമ്പ്രദായം ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന പണിയല്ല. അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കാലോചിതമായി ഉണരാൻ ഈ ഉമ്മത്തിന് സാധിക്കണം. അങ്ങനെ മുൻഗാമികൾ മാറി. അങ്ങനെ മാറിയപ്പോഴാണ് ഈ സമുദായത്തിന്റെ വളർച്ച അടയാളപ്പെടുത്തിയത്. താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കാലം കഴിക്കേണ്ടവരല്ല, ആസൂത്രിതമായി സമുദായത്തെ നയിക്കേണ്ടവരാണ് നമ്മൾ. നമ്മളിവിടെ വഅദ് നടത്തുമ്പോൾ നമ്മുടെ മഹല്ലിലെ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം ഈ വഅദിന്റെ മജ്ലിസിൽ എത്രയുണ്ട്? അവരല്ലേ അടുത്ത തലമുറയെ നയിക്കേണ്ടവർ, അവരല്ലേ സമുദായത്തെ ലീഡ് ചെയ്യേണ്ടവർ. അവർക്ക് ആവശ്യമായ പ്രഭാഷണങ്ങളാണോ ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തണം. അല്ലെങ്കിൽ എന്നെ അവർക്ക് പറ്റുന്ന പ്രഭാഷകൻ, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന പ്രഭാഷകരെ കൊണ്ടുവരണം. ഈ മഹല്ലിന്റെ നവോത്ഥാനം നമ്മൾ ലക്ഷ്യം വെക്കണം. കൃത്യമായ ഒരു സോഷ്യൽ സ്റ്റഡി നടത്തണം. ഇവിടെയുള്ള വിവരങ്ങൾ കൃത്യമായ ഒരു ഓഫീസിൽ ഉണ്ടാവണം. ഇവിടെ എത്ര ആളുകൾ രോഗികളായി കിടക്കുന്നു, എത്രയാളുകളാണ് സഹായം ആവശ്യമുള്ളവർ. ഇങ്ങനെ കൃത്യമായ ഒരു അവലോകനം നടത്തി വ്യവസ്ഥാപിതമായ മഹല്ലു കമ്മിറ്റികൾ വന്നാൽ അവർ ഏറ്റവും ഒന്നാമതായി മാറ്റേണ്ട കാര്യം എന്താണ്? നമ്മുടെ മദ്രസകൾ സജ്ജീകരിക്കണേ. റമളാൻ കഴിഞ്ഞിട്ട് നമ്മുടെ മദ്രസകൾ തുറന്നിരിക്കുകയാണ്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ നല്ലൊരു പറ്റം മക്കൾ കൊഴിഞ്ഞുപോയി. കാരണം എന്താണ്? 5ാം ക്ലാസ് കഴിഞ്ഞപ്പോ വിചാരിക്കണ എന്താ? എല്ലാം പഠിച്ചു കഴിഞ്ഞു, മതത്രേ പഠിക്കാനുള്ളൂ. എന്തുകൊണ്ട് 5ാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ക്യാമ്പയിൻ മഹല്ല് കമ്മിറ്റി നടത്തണില്ല? 5ഓ 7ഓ 10ഓ പഠിച്ചാൽ തീരുന്നതാണോ ഇസ്ലാം? നമ്മുടെ മക്കളുടെ മൂല്യനിർണയത്തെക്കുറിച്ച് കമ്മിറ്റികൾക്ക് ബോധ്യമുണ്ടോ? ഉസ്താദ് പറയും 5ാം ക്ലാസ്സിൽ 10 പേര് പാസ്സായി, ആ റിസൾട്ടഡ് അല്ല. ഒരു എക്സ്റ്റേണൽ എക്സാമിനറെ കൊണ്ട് പരിശോധിക്കണം ഈ മക്കളുടെ ഖിറാഅത്ത് ശരിയായിട്ടുണ്ടോ. കാരണം ഇവരുടെ ആജീവനാന്തം ഇവരുടെ മതം നിയന്ത്രിക്കാനുള്ള വിജ്ഞാനമാണ്. മദ്രസയിൽ നിന്ന് ലഭിക്കേണ്ട വിജ്ഞാനം അത് ശരിയായി അവർക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം അപായത്തിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വിജ്ഞാനമുള്ള ഒരു സമുദായമായി വരണം. മുസ്ലിങ്ങളെപ്പോലെ അറിവ് നേടൽ ബാധ്യതയുള്ള ഒരു ജനതയും വേറെ ഉണ്ടാവുകയില്ല. നമ്മുടെ മക്കൾ മതം പഠിക്കേണ്ട എന്തിനാണ്? മറ്റു മതക്കാർക്കൊന്നും അത്ര നിർബന്ധം ഉണ്ടാവില്ല. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യവും എങ്ങനെ ചെയ്യണമെന്ന് മതനിർദ്ദേശം അനുസരിച്ച് ജീവിക്കണം. അത് നമുക്ക് ബാധ്യതയാണ്. ആ ബാധ്യതയുള്ളത് കൊണ്ട് അവൻ അറിയണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് വിവാഹ ജീവിതത്തിന്റെ കർമ്മശാസ്ത്രം അറിയണം. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് മാത്രം പോരാ. ആ പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ മതനിയമങ്ങൾ അറിയാൻ നമ്മുടെ മക്കൾക്ക് അവസരമുണ്ടോ? അങ്ങനെ ഒരു അവബോധമുണ്ടോ? മഹല്ലുകൾക്ക് നിയമം വെക്കാം. ഇവിടുന്ന് വിവാഹം ആലോചിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം തീരുമാനിക്കുമ്പോൾ മഹല്ലു കമ്മിറ്റിയുടെ നിശ്ചിത മണിക്കൂർ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിൽ ഓരോ പുതിയാപ്പിളയും പുതിയ പെണ്ണും പങ്കെടുത്തിരിക്കണം. എന്തുകൊണ്ട് മഹല്ല് കമ്മിറ്റിക്ക് നടത്തിക്കൂടാ? അതിൽ മതത്തിൻ്റെ നിയമം വേണം, അതിൽ സൈക്കോളജി വേണം, അതിൽ ആരോഗ്യശീലങ്ങൾ വേണം, അത് ഇന്നത്തെ പരിസരത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് എല്ലാം വേണം. ഏത് കാലത്താണ് ഞാനീ സംസാരിക്കണത്?
പ്രിയപ്പെട്ട മകളെ വാപ്പ തെരഞ്ഞെടുത്ത മരുമകനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കാൻ അവസരം കിട്ടിയാൽ അത് മഹാഭാഗ്യം എന്ന് പറയുന്നൊരു കാലത്താണ് ജീവിക്കണത്. പറഞ്ഞത് മനസ്സിലായില്ല? പെൺമക്കൾ സ്വന്തം ഭർത്താക്കന്മാരെ കണ്ടെത്തുമ്പോൾ നിർബന്ധിതനായി വാപ്പ കൈ കൊടുക്കേണ്ട ഒരു കാലത്ത് ഒരു വീട്ടിലിങ്ങനെ നടക്കുകയാണ്. ഞാനിപ്പോൾ അടുത്ത് ഈ പരിസരത്ത് തന്നെ, കാസർഗോഡ് ജില്ലയിൽ തന്നെ വന്നപ്പോൾ കേട്ട ഒരു കമൻ്റാണ്, അദ്ദേഹം വലിയ ഭാഗ്യവാനാണ്. കാരണം എന്താ? മകൾക്ക് ഭർത്താവിനെ കണ്ടെത്താനുള്ള തൗഫീഖ് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്തു. കാരണം ഇപ്പം മക്കളെ തന്നെ കണ്ടെത്തുകയാണത്രേ. ഇങ്ങനെ ഒരു കാലത്ത് വേണ്ട വിദ്യാഭ്യാസം മതപരമായി വേണം, ധാർമ്മികമായ വിചാരം വേണം. ആണ്ടൊറുതിയിൽ നടത്തേണ്ട ആചാരങ്ങൾ നടത്തേണ്ടവരല്ല നമ്മള്. അടിസ്ഥാന മൂല്യങ്ങൾ പരിപാലിച്ചുകൊണ്ട് സമൂഹത്തെ നയിക്കാൻ ആള് വേണം. ഓരോ മഹല്ലിലും ആഴം കണ്ട മതനിയമങ്ങൾ പറയാൻ പറ്റുന്ന ആലിമീങ്ങൾ വേണം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന ദാരിദ്ര്യം എന്താണ്? ചില ആളുകൾ പറയും IAS-കാരില്ല, ചില ആളുകൾ പറയും ഡോക്ടർമാരില്ല, ചില ആളുകൾ പറയും IPS-കാരില്ല. എന്നാൽ ഇന്ന് ഈ സമുദായം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണ്? ആധികാരികമായി മതം പറയാൻ പറ്റുന്ന ആലിമീങ്ങൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നവർക്ക് പകരം വെക്കാൻ ആളുകളില്ല. ഓരോ കൊല്ലവും പണ്ഡിതന്മാരൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും ആധികാരികമായി ഒരു മതവിഷയം ചോദിച്ചാൽ വിധി പറയാൻ പറ്റുന്ന ആളുകളില്ല. ഇന്നലെ ഇവിടെ ബഹുമാനപ്പെട്ട സ്വാലിഹ് സഅദി ഉസ്താദ് അവറുകളെ ഖാദിയായി പ്രഖ്യാപിച്ചു എന്ന് കാണാൻ കഴിയും. അദ്ദേഹം ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്ന അത്യപൂർവം റഫറൻസുകളിൽ ഒരാളാണ്. കർമ്മശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും എവിടെന്ന് എപ്പോൾ ചോദിച്ചാലും അവലംബമടക്കം കാണാതെ പറയുന്നൊരു ആഴത്തിൽ അറിവുള്ള ഒരു ആലിമാണ്. തുല്യമായി കേരളത്തിൽ വിരലിൽ എണ്ണാവുന്നവര് പോലുമില്ല എന്ന് പറയാൻ പറ്റും. അത്തരം ആളുകളുടെ തുടർച്ചകൾ ഇവിടെ ഉണ്ടാവണം. ആധികാരികമായി മതനിയമം പറയാൻ പറ്റുന്ന ആളുകളില്ലെങ്കിൽ മുറി വിജ്ഞാനികൾ മതം പറയും. അങ്ങനെ ആളുകളുടെ അമലുകൾ പിഴച്ചു പോകും. ലല്ലൂ വാലല്ലൂ, അവര് പിഴക്കുകയും ജനങ്ങളെ പിഴപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് മതനിയമം പറയാൻ പറ്റുന്ന ആളുകൾ വേണം. നമ്മുടെ നാട്ടിൽ നല്ല നവജാഗരണം ഉണ്ടാവണം. മഹല്ല് കമ്മിറ്റികൾക്ക് വലിയ ബാധ്യതയുണ്ട്, ഉറൂസ് കമ്മിറ്റികൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇതിലൂടെയൊക്കെ കൃത്യമായ നമ്മുടെ ഒരു ലക്ഷ്യം വേണം. ഒരു കൊല്ലത്തെ ഉറൂസിന്റെ ടാർഗറ്റ് കേവലം അവിടെ വരുന്ന സാമ്പത്തിക കണക്കല്ല. ഈ നാട്ടിലെ ദീനീയായ ഒരു നവജാഗരണം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ എൻ്റെ പ്രിയമുള്ള ഉമറാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ ഉമ്മപെങ്ങന്മാരുടെ മതവിജ്ഞാനത്തിൽ നമ്മൾ ഇന്ന് വലിയ അപരിതാപകരമായ അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളത്. അവർക്ക് കൃത്യമായ ദീനീബോധം വിജ്ഞാനത്തിലൂടെ നൽകണേ. അല്ലാഹു തആല കേരളത്തിലെ ഉലമാക്കളിലൂടെ നമുക്ക് തന്ന വലിയ അനുഗ്രഹമാണ് ഈ മദ്രസ. ഇത് മനസ്സിലാകണമെങ്കിൽ കേരളത്തിന് പുറത്തേക്ക് പോകണം. ഈ മദ്രസ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആലിമീങ്ങളിലൂടെ അല്ലാഹു തആല നമുക്ക് ചെയ്തെന്ന വലിയ അനുഗ്രഹമാണ്. അതിൻ്റെ ആധാര വിചാരം നടത്തിയത്, മദ്രസ സമ്പ്രദായം എന്ന ആശയം കേരളത്തിൽ വെച്ചത് ഈ ജില്ലയിൽ നിന്നാണ്. മഹാനായ നൂറുൽ ഉലമാ MA ഉസ്താദ് അവരുടെ ചിന്തയായിരുന്നു മദ്രസ എന്ന ചിന്ത. അത് ഇത്രയും വലിയൊരു വ്യവസ്ഥിതിയായി മാറുന്നത് നമുക്ക് അനുഭവപ്പെടുന്നത് പുറം ലോകത്ത് ചെല്ലുമ്പോഴാണ്. നിങ്ങൾക്കറിയോ, പുറം ലോകത്ത് ചെല്ലുമ്പോഴാണ്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പൊ ചെറിയ രൂപത്തിൽ നമ്മൾ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണിത്. മദ്രസയില്ലാത്ത നാടുകളിൽ മതനിയമം അറിയാത്ത എത്രയോ ആളുകൾ. പ്രിയമുള്ളവരെ, കുറച്ച് നാൾ മുമ്പ് ലക്നോയിൽ നിന്ന് 160 കിലോമീറ്റർ ദൂരെയുള്ള ഷാജഹാൻപൂരിലെ തുമുർക്കി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ചെന്നപ്പോൾ
12,000 മുസ്ലിം കുടുംബങ്ങളുള്ള ഒരു പ്രദേശമാണത്. പക്ഷേ 20% ആളുകൾക്ക് വിദ്യാഭ്യാസമുള്ളൂ, 20% താഴെ ആളുകളെ നിസ്കരിക്കാറുള്ളൂ. ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് കേരളത്തിൽ നിന്ന് ബൈ റോഡ് ഏകദേശമുള്ള എല്ലാ സംസ്ഥാനങ്ങളും പര്യടനം നടത്തിക്കൊണ്ടൊരു യാത്ര ചെയ്തു. കൊട്ടിഘോഷിച്ചൊരു യാത്രയൊന്നുമല്ല, ഉള്ളിലൂടെയുള്ളൊരു യാത്ര. മഹല്ലുകൾ, മതപാഠശാലകൾ, മതപരിസരങ്ങളെ അറിയാൻ. അങ്ങനെ കർണാടകയിലെ ഹുബ്ബള്ളി മുതൽ അങ്ങോട്ട് പോയാൽ പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസം ലഭിക്കാത്തതിന്റെ പേരിൽ വേപ്പിൻ മരങ്ങളെ ആരാധിക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ആര്യവേപ്പിന് ആൽത്തറ കെട്ടിയിട്ട് ആരാധിക്കുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ശരിയാക്കി കളയും. ഈ കർണാടകയിൽ, തൊട്ടുചേർന്ന് കിടക്കുന്ന കർണാടകയിൽ നമ്മൾ പോയി നോക്കിയാൽ എന്തുകൊണ്ടാ അവിടെ അടിസ്ഥാനപരമായ മതവിദ്യാഭ്യാസ സമ്പ്രദായങ്ങളില്ല. ഇപ്പോൾ ഒറ്റപ്പെട്ട ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തുനിന്നും. പക്ഷേ അവിടെ മുഴുവനും സമൂലമായ മാറ്റം വരുത്താൻ വലിയ പണിയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അങ്ങോട്ട് സഞ്ചരിച്ചു പോയാൽ പിന്നീട് മഹാരാഷ്ട്രയിലേക്ക് ചെന്നാൽ, AP-യിലേക്ക് ചെന്നാൽ, UP-യിലേക്ക് ചെന്നാൽ, MP-യിലേക്ക് ചെന്നാൽ, പ്രിയമുള്ളവരെ, പ്രാഥമികമായ മതവിദ്യാഭ്യാസം നേടാത്തതിൻ്റെ പേരിൽ ഇസ്ലാമിനെ അറിയാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ. അല്ലാഹു തആലയാണ് നിങ്ങൾക്ക് ഇതെല്ലാം തരുന്നത് എന്ന് പറയുമ്പോൾ, അടുത്ത പ്രാവശ്യം ചോറും കൊണ്ടുവരുമ്പോൾ അള്ളാഹയും കൂടെ കൊണ്ടുവരണേ എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഭക്ഷണങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നത് അല്ലാഹു തആല തന്നതാണ് എന്ന് ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നമ്മുടെ സഹപ്രവർത്തകർ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യങ്ങൾ ചോറും കൊണ്ട് വരുമ്പോൾ അള്ളാഹയും കൂടെ കൊണ്ടുവരണേന്ന്. ആരാണ്? പാരമ്പര്യപരമായി മുസ്ലിങ്ങളിൽ ജനിച്ച മക്കൾ പറയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പറയുമ്പോ ചോദിച്ചു അത്രേ, മംഗലാപുരത്ത് വന്നാൽ കാണാൻ പറ്റുമെന്ന്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് പറയാമെന്ന്. ബംഗാളിലെയും ബീഹാറിലെയും ഒഡീഷയിലെയും ആസാമിലെയും UP-യിലെയും ഗ്രാമങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത, പാഠശാലകളില്ലാത്ത എത്രയോ പ്രദേശങ്ങൾ. അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ മദ്രസ സമ്പ്രദായം. അതുകൊണ്ട് നമ്മൾ നവീകരിക്കുകയും ഇവിടെ നിന്ന് നല്ല നല്ല ആലിമീങ്ങളെ സജ്ജീകരിച്ച് നമ്മൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക്, മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കേണ്ടതുണ്ട്. നിങ്ങളറിയുമോ, പാരമ്പര്യമുള്ള രാജ്യങ്ങൾ പോലും ഇന്ന് ഇത്തരം വിദ്യാഭ്യാസമില്ലാതെ വിഷമിക്കുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ എന്നെന്നും എടുത്തു പറയാവുന്ന, തലസ്ഥാനമെന്ന് പറയാവുന്ന ഒരു പ്രദേശമാണ് ബഗ്ദാദ്. യുദ്ധാനന്തരമുള്ള ബഗ്ദാദിലേക്ക് ചെന്നു നോക്കിയാൽ, ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മതപരമായ പ്രാഥമിക പാഠം പോലും അറിയാത്ത ആയിരക്കണക്കിന് മക്കൾ ഇന്ന് ബഗ്ദാദിന്റെ ഗല്ലികളിലുണ്ട്. എന്താ കാരണം? യുദ്ധക്കെടുതിക്ക് ശേഷം അവർക്ക് പഠിക്കാൻ സാഹചര്യമുണ്ടായില്ല. ആയിരക്കണക്കിന് യതീമുകൾ, വിധവകൾ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് തെരുവിലിറങ്ങി കൈനീട്ടുന്നവർ. പ്രിയമുള്ളവരെ, അവർക്ക് പാഠശാലയില്ല, പഠനമില്ല. അവരലഞ്ഞുതിരിഞ്ഞു നടക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ കെടുതിയിൽ ജീവിക്കുന്ന അവരെവിടുന്ന് പഠിക്കാനാണ്? പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇവിടുന്ന് പഠിച്ചവർ അവിടെയും പോയി അധ്യാപനം നടത്തേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്ത് ഞങ്ങൾ മൊറോക്കോയിൽ പോയി.
ഇസ്ലാമിക പാരമ്പര്യമുള്ള നാടാണ് മൊറോക്കോ. ദലായിലുൽ ഖൈറാത്ത് എന്ന സ്വലാത്തിന്റെ സമാഹാരം നടത്തിയ മുഹമ്മദ് ബിൻ സുലൈമാനുൽ ജസൂലി തങ്ങൾ വിശ്രമിക്കുന്നത് മൊറോക്കോയിലെ മറാക്കിഷിലാണ്. ഷാദുലി തരീഖത്തിന്റെ ആത്മീയ സാരഥിയായ അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ ഗുരുവര്യരായ അബ്ദുസ്സലാം ഇബ്നു ബഷീഷ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് അതേ മൊറോക്കോയിലെ തഞ്ച എന്ന പ്രദേശത്തിന്റെ പരിസരത്ത് ജബൽ ഇൽമിന്റെ മേലെയാണ്. ലോകം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ അവലംബിക്കുന്ന കിതാബു ശിഫാ എന്ന കിതാബ് എഴുതിയ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് മൊറോക്കോയിലെ മറാക്കിഷിലാണ്. അതുപോലെ അറിയുമോ, തസവ്വുഫിന് നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരായ ആളുകൾ വിശ്രമിക്കുന്നത് ഫാസ് പട്ടണത്തിലാണ്. ഫെസ് എന്ന് പറയുന്ന ഫാസ് പട്ടണത്തിൽ. മുമ്പ് തലസ്ഥാനമായിരുന്നു, ഇപ്പോൾ റബാത്താണ് തലസ്ഥാനം. അപ്പോൾ ആ ഫാസ് പട്ടണത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദാരിദ്ര്യത്തിന്റെ കുഴിയിൽ കിടക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ സമുദായത്തിന്റെ മക്കളെയാണ്. നമ്മൾ ഇന്ന് അനുഗ്രഹത്തിന്റെ പളപളപ്പിൽ പടച്ചോനെ മറക്കുക. ഞങ്ങളങ്ങനെ ഫാസ് പട്ടണത്തിലെ ഉപയോഗിച്ച വസ്തുക്കൾ വിൽക്കുന്ന അങ്ങാടിയിലൂടെ സഞ്ചരിച്ചു. യൂസ്ഡ് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിൽ. പഴയ സാധനങ്ങളുടെ മാർക്കറ്റ് എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഉപയോഗിച്ച സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിലൂടെ നടക്കുമ്പോ ഞങ്ങളുടെ കൽബിനെ വേദനിപ്പിച്ച ഒരു കാര്യം അറിയുമോ? എത്രയോ കസ്റ്റമേഴ്സ് അവിടെ വരുന്നുണ്ട്. അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഉപയോഗിച്ച മൊബൈൽ മാത്രമല്ല, കമ്പ്യൂട്ടർ മാത്രമല്ല, വീട്ടുപകരണങ്ങൾ മാത്രമല്ല, സ്വകാര്യ വസ്ത്രങ്ങൾ വരെ ഉപയോഗിച്ചത് വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സ്വകാര്യ വസ്ത്രങ്ങൾ വേറൊരാൾ ഉപയോഗിച്ചത് വാങ്ങി ഉപയോഗിക്കണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇബ്നു ബത്തൂത്തയുടെ നാടാണത്, ലോകസഞ്ചാരിയുടെ നാട്. ഫാസ് പട്ടണത്തിലൂടെ നടക്കുമ്പോൾ നമ്മളെ വേദനിപ്പിച്ച ഒരു കാര്യം അതാണ്. സ്വകാര്യ വസ്ത്രങ്ങൾ പോലും ആളുകൾക്ക് വന്ന് യൂസ്ഡ് വാങ്ങേണ്ട ഒരു ജനത അവിടെ ജീവിക്കുന്നു. അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെ വലിപ്പം അപ്പോഴാണ് മനസ്സിലാവുക. ഓ പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ സമുദായത്തെ കൃത്യമായ ദിശയിലൂടെ നയിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അവരുടെ ഈമാൻ പരിപാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ചെലവിലേക്ക് ബക്കറ്റിനേക്കാൾ ചെറുപ്പമുള്ളൊരു മോൻ വരും. എല്ലാവരും നല്ല സംഭാവന കൊടുക്കുക. ബക്കറ്റാണോ വലുത്, സംഘാടകനാണോ വലുത് നോക്കണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കിട്ടുകൊടുക്കാൻ പൈസ വേണം. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടായാൽ, പ്രിയമുള്ളവരെ, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല ഫീ ഉലാ. അല്ലാഹു ചെയ്ത അനുഗ്രഹം അറിയണം. നമ്മളൊക്കെ എത്ര വസ്ത്രമാണ് എടുത്തു കളയുന്നത്. ഒരിക്കൽ ഞങ്ങൾ ബംഗാളിലും ബീഹാറിലുള്ള ആളുകൾക്ക് വസ്ത്രം കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരം ജില്ലയിലെ പല പ്രദേശങ്ങളിലും വീടുകളിലേക്ക് കവർ കൊടുത്തു വിട്ടിട്ട്, നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ എന്നാൽ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രം അലക്കി തേച്ച് ആണോ പെണ്ണോ വയസ്സോ ഒക്കെ എഴുതിയിട്ട് തരണമെന്ന് പറഞ്ഞിട്ട് കുറേ ഡ്രസ്സ് സമാഹരിച്ചു.
എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞങ്ങൾ വിതരണം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ വാങ്ങി അപ്പോൾ തന്നെ അണിഞ്ഞ് സന്തോഷിക്കുന്ന മക്കളെയും വലിയവരെയും കാണാൻ കഴിഞ്ഞു. പിന്നെ ഉപയോഗിച്ച വസ്ത്രം കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെപ്പോലെ ഒരു മനുഷ്യൻ ഇടേണ്ടതാണെന്ന് ചിന്തിക്കാതെ ആളുകൾ കേടുവന്നതും കൂടി തരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുടുങ്ങിപ്പോയി. പിന്നെ ഉപയോഗിച്ച വസ്ത്രം അവിടെ നിർത്തി. പക്ഷേ നമ്മൾ ആലോചിക്കണം, നാൾക്ക് നാൾ പുതിയ വസ്ത്രം സ്വീകരിക്കുന്ന നമ്മൾ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല, ദൂർത്ത് കാണിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കാവുന്ന രീതിയാണെങ്കിൽ കൃത്യമായി അത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കണം. ഉടുവസ്ത്രത്തിന് മറുവസ്ത്രമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങൾ വാങ്ങുന്ന നേരത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പാഠപുസ്തകം വാങ്ങാൻ ഗതിയില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. നമ്മൾ UP-യിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. എന്ത് സ്കൂളാ? സ്ട്രീറ്റ് സ്കൂൾ. ഒരു വാഹനത്തിൽ ഒരു അധ്യാപകനെയും ഒരു TV-യും വെച്ചിട്ട് ലക്നൗയിലെ ഗല്ലികളിലേക്ക് വിടും. എന്നിട്ട് സ്ട്രീറ്റിലെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ആൽഫബറ്റ്സ് പഠിപ്പിച്ചു കൊടുക്കും, അവർക്ക് അടിസ്ഥാന വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കും. സ്ട്രീറ്റ് ലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ബംഗാളിലും ബീഹാറിലും ഒക്കെ ആ പദ്ധതിയുടെ പേര് സ്കൂൾ ഓൺ വീൽസ് എന്നാണ്. സ്കൂളിൽ പോകാത്ത കുട്ടികളെ ഇതേപോലത്തെ ഒരു ഓപ്പൺ പറമ്പിൽ വിളിച്ചിരുത്തിയിട്ട് നമ്മുടെ ഒരു വാഹനം ചെന്ന് ആഴ്ചയിൽ 1-2 ദിവസം 100 കണക്കിന് കുട്ടികളെ ഇരുത്തി അക്ഷരം പഠിപ്പിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള അവയർനെസ് നൽകി, ചിലപ്പോൾ അവർക്ക് പാഠപുസ്തകം നൽകി ക്രമേണ അവരെ സ്കൂളിലെത്തിക്കും. സ്കൂൾ ഓൺ വീൽസ് എന്ന പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ പദ്ധതികൾ നടക്കുന്നു. നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്ന പരിസരവും ഞാൻ ഈ പറയുന്ന പരിസരവും തമ്മിൽ നോക്കൂ നിങ്ങൾ. നമ്മൾ വന്ന് അനുഭവിക്കുമ്പോഴേ അതറിയൂ, പാവങ്ങളോടൊപ്പം ജീവിക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അടിസ്ഥാനപരമായി അല്ലാഹുവിനെ കുറിച്ച് ബോധ്യം വേണം. കൃത്യമായ വിജ്ഞാനം നമ്മൾ സമയോചിതമായി നൽകണേ. ഇവിടെ കിട്ടിയ അനുഗ്രഹത്തിനനുസരിച്ച് പുതിയ തലമുറയുടെ നമ്മുടെ മഹല്ലിലെ ഓരോ ആൺകുട്ടിയും പെൺകുട്ടിയും 10ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിരിക്കണം. എന്തുകൊണ്ട് മഹല്ല് അതിനുള്ള മോട്ടിവേഷൻ എന്താ നടത്താറുള്ളത്? ഇപ്പം പല സ്ഥലത്തും പല എൻട്രൻസ് കോച്ചിങ് ഉണ്ടാവും, മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടാവും. ഓരോ റമദാനിലും മഹല്ല് കമ്മിറ്റി മോട്ടിവേഷൻ ക്ലാസ് നടത്തിയിട്ട് നമ്മുടെ മക്കള് 10ാം ക്ലാസ് വരെയെങ്കിലും മദ്രസയിൽ പഠിപ്പിക്കണം. അവർക്ക് കൃത്യമായി ഖിറാഅത്ത് ശരിയാവണം, അവരുടെ ഫിഖ്ഹ് ശരിയാവണം, അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എത്ര ശതമാനം മഹല്ലുകൾ ഇതിലൊക്കെ ഇന്ന് ബോധേടാണ്? പൈസ ഇല്ലാഞ്ഞിട്ടാണോ? നമുക്കെല്ലാത്തിനും പൈസ ഉണ്ട്, പക്ഷേ ആവശ്യമുള്ള പല കാര്യങ്ങൾക്കുമില്ല. അതുകൊണ്ട് കൃത്യമായ അവബോധമുണ്ടാവണം. നമ്മുടെ മഹല്ലിനെ, ഒരു പ്രദേശത്തെ, ഗവൺമെന്റൽ സിസ്റ്റത്തെക്കാൾ മനോഹരമായ ഒരു പ്രദേശത്തെ നയിക്കാൻ കഴിയും. താൽക്കാലികമായ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയാണ് ആലോചിക്കേണ്ടത്. ഈ നാട്ടിലെ ഈമാനികമായ സമുദ്ധാരണമാണ് നടക്കേണ്ടത്. ഞാൻ എൻ്റെ വിഷയം വളരെ ചുരുങ്ങിയ മേഖല മാത്രം പറയുകയാണ്. ഔലിയാക്കളായത് ഒന്നാമതായി അവർ അല്ലാഹുവിനെ അറിഞ്ഞപ്പോൾ മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിൽ അവർ വിശ്വസിച്ചു. വിശ്വസിച്ചാൽ മാത്രം പോരാ. അല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, നല്ല സൽക്കർമ്മങ്ങളും കൂടെ ചെയ്താലേ നമ്മുടെ ഈമാനാവുകയുള്ളൂ. ബിമാ തസീദു ത്വാഅത്തുൽ ഇൻസാനി, നമ്മുടെ അമലുകൾ വർദ്ധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഈമാൻ വർദ്ധിക്കുന്നത്. തെറ്റുകൾ വർദ്ധിച്ചാൽ ഈമാൻ ദുർബലപ്പെട്ടു പോകും, നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഈമാൻ ശക്തിപ്പെടും.
ഇമാം ബുഖാരി തങ്ങൾ പ്രത്യേകം ആശയം പഠിപ്പിക്കുന്നു. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ബിഖദ്രി അമലിഹി, ഒരാളുടെ അമലനുസരിച്ച്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമലേതാണ്? അസ്സലാ, 5 നേരത്തെ നിസ്കാരമാണ്. അതിൽ നമ്മൾ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ ഒരു കാരണം എന്താ? ഇന്ത്യയിലെ കോടിക്കണക്കിന് മുസ്ലിമീങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾ നിസ്കാരത്തിൽ ശ്രദ്ധയുള്ളവരല്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെ മദ്രസയും ചുറ്റുപാടും ഒക്കെ ഉള്ളതുകൊണ്ട് ആപേക്ഷികമായി നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കുറവാണ്. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ ചെന്ന് ചില പ്രദേശങ്ങൾ ചോദിക്കുമ്പോൾ 10% ആളുകളാണത്രേ. 20%, 30% ഇങ്ങനെയൊക്കെയാണ് 5 വഖത്ത് നമാസ് കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ. എന്നാൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ, നിസ്കാരത്തിൽ ബദ്ധശ്രദ്ധയുള്ളവരാകണം. എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് കൃത്യമായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കണം. കേവലം ഓടിച്ചിട്ട് ഒപ്പിച്ചാൽ പോരാ, സമയം പോണതിന് മുമ്പ് തട്ടിമുട്ടിയാൽ പോരാ, കൃത്യമായി അതിൻ്റെ സമയത്തു തന്നെ നിർവഹിക്കണം. അത് ജമാഅത്തായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്താണ് സുബ്ഹിയുടെ ജമാഅത്ത്. പ്രിയമുള്ളവരെ, സുബ്ഹി ജമാഅത്തിന് നമ്മൾ പരമാവധി ആളുകൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണേ. അതാ നാട്ടിൻ്റെ വലിയ ചൈതന്യമാണ്. മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ഒരാൾ സുബ്ഹി ജമാഅത്തായി നിസ്കരിച്ചാൽ കഅന്നമാ ഖാമൽ ലൈല കുല്ലഹാ, രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചതിൻ്റെ കൂലിയാണ്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും സുബ്ഹി ജമാഅത്തായി നിർവഹിച്ചാൽ. മൻ സ്വല്ലൽ ഇശാ ഫീ ജമാഅത്തിൻ, ഒരാൾ ജമാഅത്തായി ഇശാ നിസ്കരിച്ചാൽ കഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, രാത്രിയുടെ പകുതി നിന്ന് നിസ്കരിച്ച കൂലിയാണ്. ഇമാം മുസ്ലിം പഠിപ്പിച്ച ഉദ്ധരിച്ച ഹദീസിലെ ആശയമാണ്. അപ്പൊ ജമാഅത്തായി നിർവഹിക്കണം, ജമാഅത്തായിട്ട് പള്ളിയിൽ ഉണ്ടാവണം. പരമാവധി നമ്മുടെ പള്ളികൾ 5 നേരവും ഹയാത്തുള്ള പള്ളികളാവണം. അങ്ങനെ വരുമ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള ബറകാത്തുകൾ നമുക്ക് ലഭിക്കും. ഇന്നലത്തെ താനൂർ അപകടത്തിന് ശേഷം ഒരു കമന്റ് വൈറലായിട്ടുണ്ട്. ബോട്ടിൽ കയറാൻ നേരം മഗ്രിബിൻ്റെ സമയമായല്ലോ, ഖളായി പോകുമെന്ന് പേടിച്ചിട്ട് തൽക്കാലം കയറിയില്ല. നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് അത്ര അപകടം അറിയുന്നത്. നിസ്കാരത്തിന് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊരു കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുന്ന ജീവിതം വേണം. നമ്മുടെ ജമാഅത്തുകളെ കുറിച്ച് ബോധം വേണം. നമ്മുടെ പള്ളിയിൽ പുതിയ തലമുറ ജമാഅത്തിന് വരുന്നുണ്ടോ എന്നറിയണം. അവരെ ഡയറക്റ്റായി നസീഹത്ത് ചെയ്യാൻ സമ്പ്രദായം വേണം. നമ്മുടെ പള്ളികളിൽ നിന്ന് മനോഹരമായ വാങ്കൊലികൾ മുഴങ്ങണം. ഇപ്പൊ വാങ്ക് വിളിക്കണ ആരാ? ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് കിട്ടുന്ന ബംഗാളി. എന്താണ് ഈ വാങ്ക്? നമ്മുടെ ഒരു പ്രദേശത്തെ ഇസ്ലാമിന്റെ ചിഹ്നമാണ് ബാങ്ക്. അത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിൽ കൊടുക്കാൻ പറ്റുന്ന ആൾക്ക് നല്ല ശമ്പളം കൊടുത്തു നിർത്തണം മുഅദ്ദിനിനെ. എന്നിട്ട് നാട്ടിൽ 5 നേരവും വാങ്ക് കേൾക്കുമ്പോൾ അത് ശ്രദ്ധിക്കാൻ പറ്റുന്ന മധുരതരമായ ശബ്ദമായിരിക്കണം. സയ്യിദുനാ ബിലാൽ തങ്ങൾ മുഅദ്ദിനായത് കുറഞ്ഞ ശമ്പളത്തിന് കിട്ടിയോണ്ടല്ല, മധുരതരമായ ശബ്ദത്തിൻ്റെ ഉടമയായതുകൊണ്ട്.
അറിയോ? ബിലാൽ തങ്ങളുടെ വാങ്ക മദീന മുഴുവനും മുഴങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞപ്പോൾ ബിലാൽ തങ്ങൾക്ക് മദീനയിൽ നിൽക്കാനായില്ല. മഹാനവറുകൾ സിറിയയിലേക്ക് പോയി. ഇടവേളയിൽ ഒന്ന് തിരിച്ചു വന്ന വാങ്ക് കൊടുത്തപ്പോൾ ആ മദീനയിലുള്ള മുഴുവൻ ആളുകളും മുത്തുനബി തങ്ങളുടെ സാന്നിധ്യം ഓർത്തുപോയി. ഇപ്പൊ നല്ല മധുരതരമായ ശബ്ദമുള്ള മുഅദ്ദിനെ വെക്കണം. എന്താ ആളുകൾ മുഅദ്ദിനാവാൻ തയ്യാറാവാത്തെ? 1 ശമ്പളം, 2 മോദീൻ്റെ പണി ആ പള്ളിയിലെ ബാത്റൂം വൃത്തിയാക്കല്. ഇതൊക്കെ എന്ത് സംസ്കാരമാണ്? സമൂഹത്തെ അടിച്ചു പൊളിച്ച് പരിഷ്കരിക്കണം. ക്ലീനിങ്ങിന് വേറെ സ്റ്റാഫിനെ വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പവിത്രമായ വാങ്ക്, ആ പരിശുദ്ധമായ നാമം ഒരു നാട്ടിൽ വിലാസമായി വിളിച്ചു പറയുന്നയാൾ ബാത്റൂം വൃത്തിയാക്കാനുള്ള തൊഴിലാളിയല്ല. വെള്ളിയാഴ്ച ഹൗദ് വൃത്തിയാക്കേണ്ട തൊഴിലാളിയല്ല. അതിന് വേറെ ക്ലീനിങ് സ്റ്റാഫിനെ വെക്കണം. വാങ്ക നല്ല കിടുക്കൻ വാങ്ക് കൊടുക്കുന്ന ആളെ അതിനായി വെക്കണം. അപ്പോ നല്ല ശമ്പളം കൊടുത്താൽ അറബികളും വേണേ മുഅദ്ദിനാവാൻ വരും. അങ്ങനെ വെക്കണം നമ്മുടെ നാട്ടില്. നാടിന്റെ ദീനീ ചൈതന്യം മാറണം. ഇവിടെ 4 കഥ പറഞ്ഞ് വഴുത് പറഞ്ഞു പോകാൻ അറിയാഞ്ഞിട്ടല്ല. സമൂഹം മാറാൻ തയ്യാറായില്ലെങ്കിൽ കാലം നമ്മളെ മാറ്റും. പക്ഷേ ആ മാറ്റം അപകടത്തിലേക്കായിരിക്കും. നമ്മൾ നമ്മളെ കുറിച്ച് ബോധമുള്ളവരാവണം. നമ്മുടെ സമൂഹത്തെ സമുദ്ധരിക്കണം. ഇവിടെ സമൂഹത്തിന്റെ നൊമ്പരങ്ങളെ അറിഞ്ഞ് പരിവർത്തനങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണം. കേവലമായ ആചാരങ്ങൾ നടത്തേണ്ടവരല്ല, സമുദ്ധാരണങ്ങൾ നടത്തേണ്ടവരാണ് നമ്മൾ. മാറ്റങ്ങൾ ഉണ്ടാവണം. വാങ്കെന്താ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ, സമ്പൂർണമായ ക്ഷണത്തിന്റെ അധിപനായ റബ്ബേ. അത് ഇസ്ലാമിൻ്റെ ഒരു ചൈതന്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു മിനാര കാണുമ്പോൾ നമുക്കറിയും, മാഷാ അല്ലാ, ഇവിടെ മുസ്ലിം കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലമാണ്. മിനാരം ഒരു ഷിആറാണ്, ഒരു ചിഹ്നമാണ്. ഒരു വാങ്ക് കേൾക്കുമ്പോൾ അറിയും. ഒരു വാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഇസ്ലാമിലേക്കുള്ള ക്ഷണം അവർക്കെത്തി എന്നാണ്. ചില ആളുകൾക്ക് ഇവിടെയുള്ള മറ്റാളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ പ്രബോധനം ചെയ്തിട്ടില്ലല്ലോ എന്ന്. വാങ്ക് കേൾക്കുന്ന നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഇസ്ലാമിൻ്റെ ക്ഷണം എത്തിയവരാണ്. 5 നേരവും ഈ ആവർത്തിച്ച് വിളിക്കണത് എന്താ എന്നൊരു മനുഷ്യൻ അന്വേഷിക്കണ്ടേ? ഒരു 4 പോസ്റ്റർ കാണുമ്പോൾ എന്താ പരിപാടി എന്ന് ചോദിക്കും. അതാണ് മനുഷ്യന്റെ പ്രകൃതി. തേരാപ്പാല 2 അനൗൺസ്മെന്റ് പോകുമ്പോൾ എന്താണോ പരിപാടി എന്ന് ചോദിക്കും. 5 നേരവും വിളിച്ചു പറയുന്ന ഈ സന്ദേശം എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ സമത്വത്തിന്റെ സന്ദേശമാണ്. മധുരതരമായ ശബ്ദത്തിലായിരിക്കണം അത് മനോഹരമായി അങ്ങ് വിളിച്ചു പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും പള്ളികൾക്കെതിരെ ആക്രമണങ്ങൾ വരുന്നു. വാങ്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിലൊക്കെ പ്രശ്നം വരാനുള്ള കാരണം എന്താ? 1, മര്യാദക്ക് സമയത്ത് വാങ്ങ് കൊടുക്കൂല. 2, മര്യാദക്ക് വാങ്ങ് കൊടുക്കൂല. മധുരതരമായ ശബ്ദത്തിൽ കൃത്യസമയത്ത് വാങ്ങ് കൊടുത്താൽ അതൊരു ഗീതം പോലെ ആസ്വദിക്കാൻ ആളുകൾ തയ്യാറാവും. നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ? ലോഹർ വാങ്ക് അസർ വരെ ഉണ്ടാവും, അസർ വാങ്ക് മഗ്രിബ് വരെ ഉണ്ടാവും, മഗ്രിബ് വാങ്ക് ഇഷാ വരെ ഉണ്ടാവും. ഇഷാ വാങ്ക് പിന്നെ കുറച്ചൊരു കുറവുള്ളത്, എല്ലാവർക്കും നേരത്തെ ഉറങ്ങേണ്ടതുകൊണ്ട് അത്യാവശ്യമൊക്കെ ഒരു സമയത്തിനുള്ളിൽ ഒതുക്കും. ഇതൊക്കെ കാലക്രമേണ എന്തുകൊണ്ടോ അവിടെ ഉണ്ടായതാണ്. വേറെ ഒരു രാജ്യത്തും അങ്ങനെ നമ്മൾ കണ്ടില്ല. അപ്പൊ അവിടൊക്കെ കൃത്യമായ ഒരു ബോധവൽക്കരണങ്ങൾ ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ വാങ്ക് ഇവിടെയുള്ള എല്ലാ മതവിഭാഗക്കാരും ശ്രദ്ധിക്കും. അതൊരു മധുരഗീതമായി കേട്ടാൽ മാഷാ അല്ലാഹ്, അത് ഈ ലോകത്തെ ഏറ്റവും വലിയ സമത്വത്തിന്റെ സന്ദേശമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ
ലോകത്തിൻ്റെ സ്രഷ്ടാവാണ് ഏറ്റവും വലിയവൻ. ഇതിലിപ്പോൾ ആർക്കാ പ്രശ്നമുള്ളത്? ഇപ്പം ചിന്തിക്കും, നല്ലൊരു കാര്യമാണല്ലോ, എൻ്റെ മുതലാളി വലുതല്ല, ഒരു തൊഴിലാളിക്ക് സമാധാനമായി. മുതലാളിക്ക് തോന്നും, ഞാനത്ര വലുതൊന്നുമല്ല, മര്യാദയ്ക്ക് ജീവിക്കണം. ഇങ്ങനെ എല്ലാവരെയും സമുദ്ധരിക്കാൻ പറ്റുന്ന നല്ല സന്ദേശം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നവനെ മാത്രമേ ആരാധിക്കാവൂ. ആലോചിച്ച് നോക്ക്, ശരിയാണല്ലോ. ഈ ലോകത്തെ പടച്ച് പരിപാലിക്കുന്നവനെ ആരാധിക്കാവൂ. അതിൽ അറബി എന്നില്ല, അനറബി എന്നില്ല, ഒരു പ്രദേശത്തിൻ്റെ വ്യത്യാസമില്ല, ഒരു നാടിൻ്റെ വ്യത്യാസമില്ല, ഒന്നുമില്ല. നീ ആലോചിച്ച് നോക്ക്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടേണ്ടവൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ. പഠിച്ചു നോക്കുക, മനസ്സിലാക്കുക. ആരാണ് നമുക്ക് വെള്ളം തരുന്നത്, ആരാണ് നമുക്ക് ജീവൻ തന്നത്, അവനെ മാത്രം ആരാധിക്കുക. ഇതിലെന്തെങ്കിലും വർഗീയത ഉണ്ടോ? ഒരു വർഗീയതയില്ല. ഹയ്യ അലസ്സലാ, നിസ്കാരത്തിലേക്ക് വരൂ. ഒരു ക്ഷണമാണ്, നിസ്കരിക്കേണ്ടവർക്ക് വന്ന് നിസ്കരിക്കാം. ആരെയും കുറ്റം പറയണില്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ അധ്യായം പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറയുകയാണ്. ആ മുത്തുനബി തങ്ങളുടെ വിലാസം എന്താണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കരുണയാണ്. ആരാന്ന് ചോദിച്ചാൽ ലോകത്തിന് മുഴുവനും കരുണയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് മധുരതരമായി നാട്ടിൽ മുഴങ്ങണം. അപ്പം നല്ല മുഅദ്ദിന്മാർ വരണം. മുഅദ്ദിന്മാർക്ക് മുഅദ്ദിന്മാരുടെ പണിയാണ്. സാധാരണ ദിവസങ്ങളിൽ ഇമാമത്ത് നിൽക്കാനും അവരെ ഉപയോഗിക്കാം. അങ്ങനെയാണല്ലോ വിദേശ രാജ്യങ്ങളിലൊക്കെ. ജുമഅക്ക് നല്ല മധുരമായ ഖുർആൻ ഖുത്ബ ഓതുന്ന, അത്യാവശ്യം നസീഹത്ത് ചെയ്യുന്ന നല്ല ഖതീബുമാർ വരട്ടെ. പള്ളിയും പറമ്പൊക്കെ വൃത്തിയാക്കാൻ വേറൊരു തൊഴിലാളിയെ വെക്കട്ടെ. അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. നമ്മുടെ നാട്ടിൽ ദശലക്ഷങ്ങൾ ചെലവഴിച്ച് മൂത്രപ്പനുണ്ടാക്കും പള്ളിയിൽ, പക്ഷേ ക്ലീനിങ്ങിനൊരു സ്റ്റാഫിനെ വെക്കാൻ പ്രയാസമാണ്. പള്ളികൾ, മഹല്ലുകളൊക്കെ ആലോചിക്കണം. നമ്മൾ എങ്ങനെയാണ് ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്? പള്ളിയുടെ ക്ലീനിങ്ങുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയണം. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ 2 നിലയുള്ള പള്ളിയിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അത് ഖത്തീബ് ഉസ്താദും നോക്കിയിട്ടുണ്ടാവില്ല, പ്രസിഡന്റും നോക്കിയിട്ടുണ്ടാവില്ല, സെക്രട്ടറി നോക്കിയിട്ടുണ്ടാവില്ല. ഒരിക്കൽ യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തിയത് വൈകിയതുകൊണ്ട് റാഹത്തായിട്ടൊന്ന് സുജൂദ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആകെ പൊടിയടിച്ച പായ, അതുപോലെ തന്നെ പ്രാവിൻ്റെ കാഷ്ടം, കൊള്ളി, എല്ലാം കൂടി. അവസാനം ജുമഅ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് 2 ചെറുപ്പക്കാരെയും കൂടെ വിളിച്ചിട്ട് ഞാനിങ്ങനെ അവിടെ അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടി ഒരുങ്ങി. നമുക്കിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, അള്ളാൻ്റെ വീടാണല്ലോ, നമ്മൾ ഉത്തരവാദികളാണല്ലോ. അപ്പുണ്ട് പ്രസിഡന്റ് വരുന്നു, അപ്പുണ്ട് സെക്രട്ടറി വരുന്നു, അപ്പുണ്ട് ആരോ പറഞ്ഞ് താഴെ പോയിട്ട് ഇവിടെ ഒരു മൊയിലാരിട്ടി ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചു വൃത്തിയാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ താഴേന്ന് വന്നപ്പോഴാണ് ഖത്തീബും പ്രസിഡന്റ് സെക്രട്ടറി ഒന്നും ഈ പള്ളിയുടെ മേലത്തെ നോക്കാറില്ല, അത് ക്ലീനാണോ അല്ലേ, അവിടെ വെള്ളിയാഴ്ച സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് പൊടി മൂക്കി കയറുന്ന പായയാണോ അല്ലേ, അവിടുത്തെ ഫാൻ വൃത്തിയായിട്ടുണ്ടോ ഇല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് അതൊക്കെ. നമ്മൾ നമ്മുടെ തലസ്ഥാനമാകുന്ന പള്ളിയെ, അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നവരാരാണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹ്. അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ, അവരുടെ അജണ്ടയാണ് പള്ളിയുടെ പരിപാലനം. പള്ളിയുടെ പരിപാലനം പലവിധേനയുണ്ട്.
അത് ഇമാറത്തുൽ മസ്ജിദി ബിൽ മുസല്ലീൻ ബിസ്സലാത്തി വൽ അദ്കാർ. പള്ളിയെ ആത്മീയമായി ഹയാത്താക്കണം. പള്ളിയെ ഭൗതികമായി അതിൻ്റെ പൊടിപടലങ്ങൾ തട്ടി വൃത്തിയാക്കി പരിപാലിക്കണം. പ്രാവിൻ കാഷ്ടമുണ്ടോ, എലിക്കാഷ്ടമുണ്ടോ, പല്ലിക്കാഷ്ടമുണ്ടോ, ഇതെല്ലാം നോക്കി വൃത്തിയാക്കി കൊണ്ട് നടക്കുന്നത് ഇമാറത്തുൽ മസ്ജിദിന്റെ ഭാഗമാണ്. ഇതൊക്കെ സമുദായം ശ്രദ്ധിക്കണം. ഖതീബുമാര് ശ്രദ്ധിക്കണം, ഇമാമുമാര് ശ്രദ്ധിക്കണം, മുഅദ്ദിൻമാര് ശ്രദ്ധിക്കണം. ആ നാട്ടിലെ മോമിനീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ പള്ളിയും പരിസരവും കൃത്യമായി പരിപാലിച്ച് ആ മഹല്ലിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നല്ല രൂപത്തിൽ നയിക്കുന്ന ഒരു നാടിന്റെ ശോഭയെ, അതാണ് പ്രിയമുള്ളവരെ അവിടുത്തെ ആത്മീയ കേന്ദ്രമാകുന്ന പള്ളി. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സൽക്കർമ്മങ്ങൾ ഉണ്ടാവണം. മസാല അബ്ദി ബിന്നവാഫിലി ഖുർബു ഹത്താ അകൂന ലഹു യദം വൽ അർജുലാ. ഔലിയാക്കളായ ഔലിയാക്കൾ മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്തപ്പോഴാണ് വിലായത്തിന്റെ പദവിയിലെത്തിയത്. വിലായത്തിന്റെ പദവി എത്തിയത് അവര് സുന്നത്തുകൾ പതിവാക്കിയപ്പോൾ, ഇബാദത്തുകളിൽ വീഴ്ച വരുത്താതിരുന്നപ്പോൾ, പടച്ചവനെ ഓർത്ത് ജീവിച്ചപ്പോൾ. നമ്മളും അതിന് തയ്യാറാകുമ്പോഴേ അവരുടെ വഴിയിലുള്ള ആളുകളാവും. നമ്മളും നമ്മുടെ ആരാധനകളെക്കുറിച്ച് ബോധ്യം വേണം. അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള പ്രത്യേകമായ വിചാരം വേണം. വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. നന്മയിലേക്ക് മുന്നിട്ട് വരുന്നവർ സ്വർഗത്തിലേക്ക് മുന്നിട്ട് വരുന്നവരാണ്. ഉലൈകൽ മുഖറബൂൻ, അവരല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഈ ശവ്വാലിന്റെ പകുതിയിൽ ലോകത്ത് നടന്ന ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് ഷഹാദത്തു ഹംസത്തുൽ കറാർ. ഉഹദ് യുദ്ധം നടന്നത് ഈ സമയത്താണ്. ശവ്വാല് 15 ഉഹദ് യുദ്ധം നടന്നു, മദീനയുടെ ചാരത്തുള്ള ഉഹദിൽ. ബദർ യുദ്ധം റമദാനിലേത് നമ്മൾ ഓർക്കാറുണ്ട്. ഉഹദ് യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയൽ വളരെ കുറവാണ്. ഈ മാസം ഉഹദീങ്ങളുടെ ആണ്ടിന്റെ മാസമാണ്. സയ്യിദുശ് ശുഹദാ ഹംസത്തുൽ കറാർ തങ്ങളുടെ മാസമാണ്. വബിഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. 68 മഹാന്മാരായ സ്വഹാബികൾ ഷഹീദായ യുദ്ധമാണ് ഉഹദ്. 68 സ്വഹാബികൾ. അവരുടെയൊക്കെ പൊതുഗുണം എന്താണ്? ഞാൻ ഒരു കാര്യം കൂടെ ഇടയ്ക്കൂടെ പറഞ്ഞ നിങ്ങൾക്ക് പ്രയാസമായി പോവും ചിലപ്പോൾ. ഇന്നിപ്പോൾ ഈ മൂല്യാർ എന്തിനാ വന്നേന്ന് ചോദിക്കും. എന്നാലും പറയാം, നമ്മൾ ചായ കുടിച്ച ഗ്ലാസ് കളക്ട് ചെയ്യാൻ ഒരാളും കൂടെ പുറകെ വന്നിരുന്നെങ്കിൽ ഈ വയല് കഴിഞ്ഞു പോകുന്ന നഗരിയിൽ ഇങ്ങനെ ചവറുണ്ടാവില്ല. വൃത്തിയായിരിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമാണ്. അപ്പം 2 ചെറുപ്പക്കാർ നാളെ മുതൽ ബാഗും കൊണ്ട് അതിൻ്റെ പിന്നാലെ വന്നാൽ യൂസ്ഡ് ഗ്ലാസ് കളക്ട് ചെയ്ത് വേസ്റ്റ് മാനേജ് ചെയ്യുക. നാളെ രാവിലെ നോക്കുമ്പോൾ വയൽ നടന്ന നഗരിയിലുണ്ടാവും കുറേ ചപ്പും ചവറും, കുറേ ഗ്ലാസും. ഇങ്ങനെ ഉണ്ടാവരുത്. നമ്മൾ മാതൃകാപരമായി കാണിച്ചു കൊടുക്കേണ്ടവരാണ്. വയലിൻ്റെ മജ്‌ലിസ് എത്ര വൃത്തിയാണ്, എത്ര നീറ്റാണ്, മാഷാ അല്ലാഹ്. അങ്ങനെ പറയിപ്പിക്കണം. ഒരു ഉറൂസ് കഴിയുമ്പോൾ വോളണ്ടിയേഴ്സിനോട് വേസ്റ്റ് മാനേജ് ചെയ്തിട്ടേ അവർക്ക് ലീവ് അനുവദിക്കാവൂ. കൃത്യമായി മാനേജ് ചെയ്യണം, ചിട്ടയിൽ വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ
അങ്ങനെ പഠിപ്പിച്ചെന്ന നേതാവാണ്. ഉസ്ബെക്കിസ്ഥാനിൽ ഇസ്ലാമിൻ്റെ പാരമ്പര്യമുള്ള നാടാണ്. പക്ഷേ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് റഷ്യ അധിനിവേശം നടത്തിയപ്പോൾ ഇസ്ലാമിൻ്റെ ചൈതന്യങ്ങളൊക്കെ പോയി, മൂല്യങ്ങളൊക്കെ പോയി, പണ്ഡിതന്മാർ കൊല്ലപ്പെട്ടു, മതസ്ഥാപനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു, അതുപോലെ മദ്രസകൾ കച്ചവട സ്ഥാപനങ്ങളായി. പക്ഷേ ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ ചെന്നാൽ പാരമ്പര്യത്തിൽ കിട്ടിയ കുറേ മൂല്യമുണ്ട്. ഒന്ന്, അവിടെ വെരി നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പോയവർ ഈ കൂട്ടത്തിലുണ്ടാവും. നമ്മൾ പള്ളിയിൽ കയറിയാൽ നമ്മൾ ഊരിയിട്ട ചെരുപ്പ് തിരിച്ചിറങ്ങുമ്പോൾ ഇടാൻ പറ്റുന്ന രൂപത്തിൽ ഒരാൾ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ടാവും. ചിട്ടയിൽ വെച്ചിട്ടുണ്ടാവും ചെരുപ്പ് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെക്കുക, മുസ്ഹഫ് വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെക്കുക, മുസല്ല വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായി വെക്കുക. അതൊക്കെ നമ്മുടെ ഷിആറാവണം. നമ്മളൊരു മാതൃകാ സമുദായമായി വരണം. അതല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഓരോ കാര്യവും കൃത്യമായി വെക്കുമ്പോഴാണ് നിങ്ങൾ ചിട്ടയിലുള്ള ആളുകളാകുന്നത്. ഒരു സാധനം വെക്കേണ്ട സ്ഥലത്തല്ലാതെ വെച്ചാൽ അയാൾ അക്രമി എന്നാ പറയാ. മുസ്തഫ കൊണ്ടിട്ട് എവിടെ വെച്ച് കഴിഞ്ഞാൽ ആ വെക്കലുകൊണ്ട് തന്നെ അയാൾ അക്രമിയായി മാറി. ദുൽമു എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, അത് പാലിക്കാതിരിക്കുന്ന ആൾക്കാണ് അക്രമി എന്ന് പറയാം. അപ്പം നമ്മൾ നാളെ മുതൽ അത് ശ്രദ്ധിക്കണം. വോളണ്ടിയേഴ്സിൽ 2 ആളുകൾക്ക് ചായ കുടിച്ചു കഴിയുമ്പോഴുള്ള ഗ്ലാസ് അപ്പോൾ തന്നെ കളക്ട് ചെയ്ത് മാനേജ് ചെയ്യാൻ ഏർപ്പെടുത്തണം. അപ്പോൾ മാഷാ അല്ലാഹ് രാവിലെ ആകുമ്പോൾ എത്ര ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. ഞാൻ തിരിച്ചു വരാം. ഉഹദിന്റെ രണാങ്കണത്തിൽ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങള് റമളാനിലെ ബദർ കഴിഞ്ഞ അടുത്ത കൊല്ലം റമളാനിന്റെ ഒടുവിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന നിവാസികളോട് ചോദിച്ചു, അല്ല മദീനക്കാരെ, മക്കയിൽ നിന്ന് അബൂ സുഫിയാൻ വരുന്നുണ്ട് മദീനെ ആക്രമിക്കാൻ, നമ്മൾ എന്ത് ചെയ്യണം? മദീനയുടെ പുറത്തുനിന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ പ്രതിരോധിക്കണോ? അതല്ല മദീനയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മദീനയുടെ ഉള്ളിൽ തന്നെ നിൽക്കണോ? പുറത്തേക്ക് പോയി മദീനയുടെ ബോർഡറിൽ വെച്ച് അവരെ തടയണോ വേണ്ടേ എന്ന് മുഷാവറ ചെയ്തു. സ്വഹാബത്ത് പറഞ്ഞു, നബിയെ നമുക്ക് പോകാം, അവരെ അവിടെ നിന്ന് തന്നെ പ്രതിരോധിക്കാം, അവിടുന്ന് തന്നെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഉഹദിലേക്ക് വരികയാണ്. എല്ലാ മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും മുമ്പിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി വേഗം വന്നോളൂ. വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും വരണേ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് കടിച്ച കാരക്ക കഴിക്കാൻ കാത്തു നിൽക്കാതെ ചാടി ഇറങ്ങി പടക്കളത്തിലേക്ക് വന്നു. സയ്യിദുനാ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു വരികയാണ്. ഉഹദ് യുദ്ധം മുഴുവനും നോക്കിയാൽ ആ സ്വഹാബത്തിന്റെ ഈമാനാണ് അതിലെ ഏറ്റവും വലിയ ലീഡിംഗ് പോയിന്റ്. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് സദസ്സിൽ പറഞ്ഞു നിർത്താൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അതാണ്. നമ്മുടെ ഈമാൻ ശക്തിയുള്ള ഈമാനാണോ എന്ന്. കാരണം എന്താ? ഉഹദിന്റെ ചാരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉഹദിൽ ഷഹീദായാൽ സ്വർഗമുണ്ട്. സ്വഹാബത്ത് ഉറപ്പിച്ചു, ഇപ്പം മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്കാണ്. യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല.
അവരുറപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ സദസ്സിനോട്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു. ഇത് മായയല്ല, മായാജാലമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇതുപോലെ ഒരുറപ്പ് നാളെ മരിച്ചു എന്നാൽ രണ്ട് മലക്കുകൾ ചോദിക്കുന്നുള്ള വിഷയത്തിൽ നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? ആരും കൈവക്കാനൊന്നും ഞാൻ പറയണില്ല. സ്വന്തത്തോട് ചോദിക്കുക. ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളിവിടെ ഇരിക്കുന്നു, ഈ മഖാം ഇവിടെയുണ്ട്, ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യമാണ് നാളെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ഉണ്ടാവും. അങ്ങനെ നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? എല്ലാവരും പറയണേ, ഞാനും പറയണേ, നാളെ മരിച്ചു എന്നാൽ സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതൊരു ഉറപ്പ്. കാസർഗോഡ് ജംഗ്ഷനിൽ ചെന്നാൽ ബസ് സ്റ്റാൻഡ് അവിടെ ഉണ്ട് എന്നതുപോലൊരു ഉറപ്പ് നമുക്ക് വന്നിട്ടുണ്ടോ? മരിച്ചു എന്നാൽ അവിടെ എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോഴേ നമ്മുടെ ഈമാനാവും. അത് വേണ്ട പോലെ ഇല്ലാത്തതുകൊണ്ടാണ് പടച്ചോനെ പേടിയില്ലാത്ത പണിയൊക്കെ നമ്മൾ ചെയ്യണത്. അത് വേണ്ടതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ് പാർട്ട്ണറെ പറ്റിച്ചുകൊണ്ട് മുതലാളിയാവുന്ന പാർട്ട്ണറെ കാണുന്നത്. അതുകൊണ്ടാണ് കൂറുകാരനെ പറ്റിച്ച് കച്ചവടവും കമ്പനിയും അടിച്ചു മാറ്റുന്നത്. നമ്മുടെ ജീവിതത്തിൽ പല അനാവശ്യങ്ങളും കടന്നു വരുന്നത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എത്തും എന്ന ഒരു ഉറപ്പ് നമ്മുടെ കൽബിലില്ല. ഒരു മായ പോലെ നിൽക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ വന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഇവിടുന്ന് ഇപ്പോൾ മരിച്ചാൽ സ്വർഗമുണ്ട്. അപ്പൊ ചില സ്വഹാബിമാര് വന്ന് പറഞ്ഞൊരു വർത്താനം ഇമാം യൂസുഫ് സാലിഹ് ഷാമി സുബുൽ ഹുദയിൽ എഴുതുന്നുണ്ട്. നബിയെ, ഞങ്ങളുടെ സ്വർഗം മുടക്കരുതിട്ടോ. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പറയണത്? എന്താ നിങ്ങൾ പറയണത്? ഞങ്ങൾ പടക്കളത്തിൽ പോകാൻ സന്നദ്ധരാണ്, ഞങ്ങൾ ഷഹീദായ ഞങ്ങൾക്ക് സ്വർഗം കിട്ടും, അത് മുടക്കല്ലേ നബിയേ. അപ്പൊ അത്ര ഉറപ്പാണ്, മരിച്ചു ചെന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗമുണ്ട്. പ്രിയമുള്ളവരെ, അറിയുമോ, ഈ ഉഹദ് രണാങ്കണത്തിലാണ് ശുഹദാക്കളുടെ നേതാവായ ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. നിങ്ങൾക്കറിയോ, മദീനത്ത് നിന്ന് മക്കത്തേക്ക് കൊല്ലാൻ പോയതല്ല. ഇനി ആരും തെറ്റിദ്ധരിക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ട്, മദീനയിലേക്ക് ആക്രമിക്കാൻ വന്നു, ബദറിൽ വെച്ച് പ്രതിരോധിച്ചു, മക്കക്കാർ തോറ്റുപോയി. ആ തോൽവി അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ മദീന ആക്രമിക്കാൻ വരികയാണ്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ളവരെക്കാൾ എത്രയോ ഇരട്ടി 3000 അംഗങ്ങളുള്ള സൈന്യത്തോടെയാണ് അബൂ സുഫിയാൻ വന്നത്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലെ മക്കളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉയർന്ന പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിച്ചു. എന്നിട്ട് മദീന ആക്രമിക്കപ്പെടേണ്ട എന്ന് കരുതി മദീനയിൽ നിന്ന് അല്പം ബോർഡർ പ്രദേശമായ ഉഹദിൽ വന്ന് പ്രതിരോധിച്ചു. അല്ലാതെ അങ്ങോട്ട് ഇടിക്കാൻ പോയതല്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടി മദീനയാകുന്ന ക്യാപിറ്റലിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടക്കളമൊരുക്കിയത്, പ്രതിരോധമേർപ്പെടുത്തിയത്. അവിടെ മുൻനിരയിൽ നിന്ന് നേതാവാണ് സയ്യിദുനാ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയാണ്. ഏകദേശം അടുത്ത പ്രായ. രണ്ടുപേരും ഒരു ഉമ്മാന്റെ പാല് കുടിച്ചിട്ടുണ്ട്. അപ്പൊ സാഹോദര്യവും പറയാൻ പറ്റുന്ന ബന്ധാണ് മുത്തുനബിക്ക് ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ധീരമായ നിലപാട് സ്വീകരിച്ചപ്പോൾ വഹ്ശി എന്ന ചാട്ടുളി ഒളിപ്പോരുകാരനായ ഒളിപ്പോരാളി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിലേക്ക് കുന്തമെറിഞ്ഞപ്പോൾ അത് അടിവയറ്റിലൂടെ പുറത്തേക്ക് വന്നു. ഇന്നാ ലില്ലാഹ്. അപ്പോഴും ഹംസ റളിയല്ലാഹു അൻഹു ഊർജത്തോടെ ഒന്ന് തിരിച്ചു നടന്നു വഹ്ശിയുടെ നേരെ. പക്ഷെ വീണുപോയി. വഹ്ശി പിൽക്കാലത്ത് സ്വഹാബിയായി. അദ്ദേഹം പറയാണ്,
ആ മരിച്ചു കിടക്കുന്ന ഹംസയെ നോക്കാൻ പോലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ജീവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെക്കാൾ ധീരനായിരുന്നു ആ ചേതനേറ്റ് കിടക്കുന്ന ഹംസ. അപ്പോഴാണ് കുടിപ്പക വെച്ച മക്കത്തുനിന്ന് വന്ന പെണ്ണുങ്ങള് ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടിവയറ് കുത്തി കീറിയിട്ട് കരൾ പുറത്തെടുത്തു. അവിടുത്തെ കാത് മുറിച്ചു മാറ്റി, മൂക്ക് മുറിച്ചു മാറ്റി. എന്നിട്ട് മാല കോർത്ത് കഴുത്തിലിട്ടിട്ട് ഹിന്ദെന്ന് പറയുന്ന സ്ത്രീ അബൂ സുഫിയാന്റെ ഭാര്യയാണ്. പക്ഷേ രണ്ടുപേരും പിൽക്കാലത്ത് ഇസ്ലാമായിട്ടുണ്ട്. അറിയോ, ഇത് ഇസ്ലാമിന്റെ മനോഹാരിത കൂടിയാണ്, ഇസ്ലാമിന്റെ സൗന്ദര്യം കൂടിയാണ് മുഅ്മിനീങ്ങളെ. ആ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ട് അവയവങ്ങൾ മുറിച്ച് മാലയിട്ട് തുള്ളി. അപ്പോഴാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങള് ബീവി സഫിയ റളിയല്ലാഹു അൻഹ പടക്കളത്തിലേക്ക് 2 കഫൻ പുടവയും എടുത്ത് ഓടി വരികയാണ്. ഓടി വരുന്ന നേരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ സുബൈറേ, നിന്റെ ഉമ്മ വരുന്നുണ്ട് മോനെ. ആ ഹംസത്ത് കിടക്കുന്ന കണ്ടാൽ സഫിയക്ക് സമാധാനം വരൂല, അതുകൊണ്ട് അങ്ങോട്ട് വിടല്ലേ മോനെ. സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളോട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ വരുന്നുണ്ട് സഫിയ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മായിയാണ്. അങ്ങോട്ട് വിട്ടാൽ ആ ഹംസ കിടക്കുന്ന കാഴ്ച കണ്ടാൽ സഫിയക്ക് താങ്ങാൻ പറ്റൂല, അതുകൊണ്ട് വിടല്ലേ മോനെ. അങ്ങനെ ബീവി സഫിയ റളിയല്ലാഹു അൻഹ വന്നപ്പോൾ സുബൈർ തങ്ങൾ പറഞ്ഞു, ഉമ്മ അങ്ങോട്ട് പോകണ്ട. പിന്നെയും ഉമ്മ മുന്നോട്ട് നടന്നു. അപ്പൊ സുബൈർ തങ്ങൾ പറഞ്ഞു, ഉമ്മ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ് ഉമ്മ അങ്ങോട്ട് പോവരുതെന്ന്. ബ്രേക്ക് ഇട്ട പോലെ സഫിയ ബീവി അവിടെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പിന്നെ ഒരടി മുന്നോട്ട് വെക്കൂല. ബ്രേക്ക് ഇട്ടതുപോലെ മഹദിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുകയാണ്. നിന്നിട്ടൊരു വർത്തമാനം പറഞ്ഞു, മോനെ സുബൈറേ, ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ട് മോനെ. എൻ്റെ പ്രിയപ്പെട്ട ഹംസ കൊല്ലപ്പെട്ടതും ആ ശരീരത്തിൽ നടത്തിയ ആക്രമണങ്ങളും ആ ശരീരം അലങ്കോലപ്പെടുത്തിയതും മുഴുവനും ഞാൻ അറിഞ്ഞു. എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷേ ഇത് മുഴുവനും അള്ളാന്റെ മാർഗത്തിലായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിലായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. കണ്ടോ, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട അധ്യായങ്ങളാ. അൽഹംദുലില്ലാ 2 മക്കള് നേരത്തെ പറഞ്ഞ കാര്യം ഏറ്റെടുത്ത് വേസ്റ്റ് മാനേജ് ചെയ്യുന്നുണ്ട്. അള്ളാഹു ആ മക്കൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു നൽകട്ടെ. മാതാപിതാക്കൾക്ക് 2 ലോകത്ത് സന്തോഷമുള്ള മക്കളാക്കട്ടെ. ഈ നാടിന് നല്ല ബർക്കത്ത് നൽകുന്ന മക്കളാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. ശുക്രൻ ജസാക്കുമുല്ലാഹ്. അള്ളാഹു ആ മക്കൾക്കൊക്കെ ഖൈർ ചെയ്യട്ടെ. അപ്പോൾ പ്രിയമുള്ള മോമിനീങ്ങളെ അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബീവി സഫിയ റളിയല്ലാഹു അൻഹ പറയുന്നത്, മോനെ, എൻ്റെ ഹംസയെ കാണാനുള്ള ധൈര്യം എനിക്കില്ല, പക്ഷേ അള്ളാന്റെ മാർഗത്തിലായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചോളാം. കുഴപ്പമില്ല, ഇതൊക്കെ റബ്ബിന്റെ മാർഗത്തിലല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കേട്ട മുത്തുനബി തങ്ങൾ പറഞ്ഞു, മോനെ സുബൈർ, സഫിയ എന്നവർ കണ്ടോട്ടെ, കുഴപ്പമില്ല, ഇത്രയും ഒരുങ്ങിയിട്ടാണ് വന്നതെന്ന് ഞാൻ അറിയില്ല, വിട്ടേക്ക്. നേരെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ചെന്ന് നിന്നു.
അരണ്യം ഇങ്ങനെ കണ്ട് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ഹംസത്ത് എന്നവർക്ക് വേണ്ടി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങാനായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ശത്രുക്കളിൽ നിന്ന് 30 ആളുകളെ ഞാൻ ഇതുപോലെ ചെയ്യും. എന്റെ പ്രിയപ്പെട്ട ഹംസത്ത് എന്നവരെ വെട്ടി അലങ്കോലപ്പെടുത്തിയ ഈ ശത്രുപാളയത്തിലെ ആളുകളെ ഞാൻ ഇതുപോലെ തന്നെ കോലം കെടുത്തുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യും. അപ്പൊ അള്ളാഹുവിന്റെ നിയമം വന്നു, നബിയെ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ശത്രുവിനെയും കോലം കെടുത്താൻ പാടില്ല. ഒന്നിന് 30 ആളെ കൊല്ലാൻ പാടില്ല. അവരെ കൈകാര്യം ചെയ്യാൻ പാടില്ല. എവിടാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് പഠിക്കണം. ഇത് വിശാലമായിട്ട് പറയാൻ എനിക്ക് നേരമില്ല. എന്നിട്ട് വലിയൊരു കൗതുകമുണ്ട്. നാളെ സ്വർഗത്തിൽ 2 ആൾ വരും. ആരാണ്? ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന വഹ്ശി എന്നവർ. എന്തൊരു കൗതുകമാണ്, എന്തൊരു കൗതുകമാണ്. കൊന്നയാളും കൊല്ലപ്പെട്ടയാളും സ്വർഗത്തിൽ വരുന്നു, ശുഹദാക്കളായി, ഉന്നതന്മാരായി. അറിയുമോ ഇസ്ലാമിന്റെ സൗന്ദര്യവും സമാധാനവും അറിയാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വെട്ടി ശരീരം അലങ്കോലപ്പെടുത്തിയ അവയവങ്ങൾ മുറിച്ചു മാറ്റിയ ഹിന്ദെന്ന പെണ്ണ് മക്കാ വിജയത്തിന്റെ അന്ന് മുത്തുനബി തങ്ങളോട് വന്ന് ചോദിക്കുന്നു, എനിക്ക് ഇസ്ലാമിൽ വരാൻ പറ്റുമോ? എനിക്ക് പശ്ചാത്താപമുണ്ടോ? ഉണ്ട്, നിനക്കും ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. 23 കൊല്ലത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ 22 ചില്ലറ കൊല്ലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിർചേരിയിലെ ക്യാപ്റ്റനായിരുന്നു അബൂ സുഫിയാൻ. ചില്ലറക്കാരനല്ല, മുശ്രിക്കീങ്ങളുടെ ക്യാപ്റ്റൻ. ആ അബൂ സുഫിയാനാണ് മക്ക വിജയത്തിന്റെ തലേന്ന് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തമ്പിൽ വന്നു. ബദർ കഴിഞ്ഞു, ഉഹദ് കഴിഞ്ഞു, ഖന്തക്ക് കഴിഞ്ഞു, ഹംറാഉൽ അസദ് കഴിഞ്ഞു, മുന്നേറ്റങ്ങളെല്ലാം കഴിഞ്ഞ് ഇനി ആരും ചോദ്യം ചെയ്യാനില്ലാതെ മക്കത്തേക്ക് കിടക്കുക. മക്കത്ത് മുശ്രിക്കീങ്ങളുടെ സഖ്യമില്ല, റോമിൻ്റെ ശക്തിയില്ല, ഒരു ശക്തിയില്ല, ചോദിക്കാമാന്ന് മിണ്ടാൻ ഒരാളില്ല. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് കിടക്കാൻ പോവാ നാളെ രാവിലെ. അപ്പോഴാണ് രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് എന്നവരുടെ കൂടെ അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പുറത്ത് നിന്ന് പറയുന്നുണ്ട്, ഇമാം യൂസുഫ് സാലിഹി ഉദ്ധരിക്കുകയാണ്, നബിയെ ആ അബൂ സുഫിയാൻ ഇങ്ങോട്ട് ഇറക്കി വിട്, ഒന്ന് കൈകാര്യം ചെയ്യട്ടെ. കാരണം ഇക്കാലമായ കാലം മുഴുവൻ ബദർ ഉണ്ടാകാനുള്ള കാരണക്കാരൻ, ഉഹദിലെ സൈനിക മേധാവി, ഹംറാഉൽ അസദിന്റെ സൈനിക മേധാവി, മുഴുവൻ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ നിന്ന ആൾ, മുശ്രിക്കുകളുടെ നേതാവ്, ഇങ്ങോട്ടൊന്ന് ഇറക്കി വിട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസ്കുത് യാ ഉമർ, മിണ്ടി പോരുത്. ഉമർ പിന്നെ മിണ്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിൽ അബൂ സുഫിയാനോട് പറഞ്ഞു, നിങ്ങൾക്കിനിയെങ്കിലും നേർവഴിക്ക് വരാൻ സമയമായോ? ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കണ്ടോ? അപ്പോഴും അയാൾ പറഞ്ഞു, ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇസ്ലാമക്ക് വന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിവസം അബൂ സുഫിയാൻ മുസ്ലിങ്ങളായ ചെറുപ്പക്കാര് കണ്ടാൽ വെറുതെ വിടില്ല എന്ന് മനസ്സിലാക്കി. കാരണം എന്താ? 22.5 കൊല്ലവും നമുക്കെതിരെ നിന്ന ആള്, അതും സൈനിക മേധാവി, ഇപ്പം എല്ലാ വിജയവും കിട്ടിയ നമ്മളുടെ മുമ്പിലൂടെ പോണ കണ്ടാൽ എങ്ങനെ അപ്പോൾ വിടുക? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹനത്തിന്മേൽ അവിടുത്തെ പ്രിയപ്പെട്ട പിതൃ സഹോദരനായ അബ്ബാസ് എന്നവരെ കയറ്റിയിട്ട് കൂടെ ഇരുത്തിക്കൊണ്ടുപോകാൻ പറഞ്ഞു അബൂ സുഫിയാനെ. അറിയോ, ഈ ചരിത്രമൊക്കെ ലോകത്തോട് പഠിച്ച് പറഞ്ഞു കൊടുക്കണം. കൂടെ ഇരുത്തിക്കൊണ്ട് കൊടുക്കണം. അബ്ബാസ് എന്നവരെ നല്ല നോക്കണം. നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, ഓല് കണ്ടാൽ ഓർക്ക് ഇതിൻ്റെ കാര്യമൊന്നും അറിയില്ല. അബൂ സുഫിയാൻ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു പോകും. അങ്ങനെ ചെയ്യലൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. അങ്ങനെ അബൂ സുഫിയാൻ പോയി. പിറ്റേന്ന് മക്കം ഫത്ഹിൻ്റെ അന്ന് വെളുപ്പിനെ സുബഹിക്ക് എല്ലാവരും തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേറ്റ് ഓതു എടുക്കുമ്പോൾ
അബൂ സുഫിയാൻ അബ്ബാസ് എന്നിവരോട് ചോദിച്ചു, അല്ല, നമുക്കെതിരെ സൈനിക പുറപ്പാടിന് വല്ല ഒരുങ്ങാണോ? പറഞ്ഞ അതൊന്നുമല്ല, അവർ നിസ്കരിക്കാൻ എഴുന്നേറ്റതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുക്കുമ്പോൾ സ്വഹാബത്ത് വന്ന് കാദു യഖ്തതിലൂന ഫീ വളൂഇഹി, ആ ഒളു എടുക്കുന്ന വെള്ളം കയ്യിൽ വാങ്ങി ബറക്കത്തെടുക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നു. അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു, ഇതെന്തൊരു രാജാവായത്? അപ്പോൾ അബ്ബാസ് എന്നവർ പറഞ്ഞു, രാജാവല്ലത് നബിയാണ്. നിസ്കാരം കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊരു സൈനിക സന്നാഹമാണ്, ഇത് നിസ്കാരമാണോ അബൂ സുഫിയാനെ? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മക്കാ വിജയം കഴിയുമ്പോൾ അബൂ സുഫിയാൻ വന്ന് ചോദിച്ചു, എനിക്ക് മാപ്പുണ്ടോ നബിയേ? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് പ്രതികാരമില്ല. അബൂ സുഫിയാന് മാപ്പ് നൽകിയിരിക്കുന്നു. അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്കും മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരായ മതമാണ് നമ്മുടെ. അപ്പോഴാണ് ഈ ഹിന്ദു വരുന്നത്. അറിയോ, ഈ ഹിന്ദു വന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പുണ്ടോ? ആരാ? പ്രിയപ്പെട്ട എളാപ്പാൻ്റെ, അത് മുത്തുനബി തങ്ങൾക്ക് കൂട്ടുകാരനാണ്, കൽബ് കൊണ്ട് വലിയ ഇഷ്ടമാണ്, ഒട്ടിപ്പിടിച്ച് നടന്നവരാണ്. ആ ഹംസത്ത് എന്നവരെ കൊന്നതിനു ശേഷം അലങ്കോലപ്പെടുത്തിയ സ്ത്രീ വന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പുണ്ടോ? നിങ്ങൾക്കും മാപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? അബൂ സുഫിയാൻ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം. ഹിന്ദ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് പറയണം. മുത്തുനബി തങ്ങളുടെ വിട്ടുവീഴ്ചയുടെ ഉദാഹരണമാണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ തർക്കത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടുണ്ടോ? എത്രയോ വലിയ വിട്ടുവീഴ്ചയുടെ അധ്യായമാണ് ഇസ്ലാം. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു കൊന്നുകളഞ്ഞ വഹ്ശി അന്ന് തന്നെ മദീനത്ത് നിന്ന് മക്കത്തേക്ക് പോന്നതാ. മക്കത്തേക്ക് നിന്ന് ഇയാൾ സിറിയയിലേക്ക് നാട് കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു, വഹ്ശി നീ പോണെന്തിനാ? പ്രവാചകരെടുക്ക് നിന്ന് മാപ്പ് ചോദിച്ചു നോക്ക്, തന്ന അവിടെ നിന്നൂടെ? അപ്പം ഇയാൾ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് മാപ്പ് തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, വഹ്ശി നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട ഹംസയെ കൊന്ന രംഗം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പം അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടി പൊട്ടിക്കരഞ്ഞു. കണ്ണുനീര് ദാടിയിലൂടെ താഴേക്കിറ്റ് വീണു. അത് കഴിഞ്ഞിട്ട് വഹ്ശിയോട് പറഞ്ഞു, എനിക്കൊരപേക്ഷയുണ്ട്. നിങ്ങളെ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. ഒരു പകയും നിങ്ങളോടില്ല, ഒരു വിരോധവും നിങ്ങളോടില്ല. നിങ്ങളെൻ്റെ സദസ്സിൽ വരണം. പക്ഷേ ഞാൻ നേരെ നോക്കുന്ന സ്ഥലത്ത് നിങ്ങളിരിക്കരുത്. നിങ്ങൾ അല്പം ഒന്ന് എന്നെ തൊട്ട് മറഞ്ഞേ ഇരിക്കാവൂ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ആ രംഗം ഓർമ്മ വരും. എനിക്ക് താങ്ങാൻ കഴിയൂല. ഇതുമാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വഹ്ശിയും ഇസ്ലാമിലേക്ക് വന്നു, മാപ്പ് കൊടുത്തു. എത്ര മനോഹരമായൊരു ദർശനമാണ് പ്രിയമുള്ളവരെ. നാടുകടത്തിയവർക്ക് മാപ്പ് കൊടുത്ത, പ്രിയപ്പെട്ട ഉപ്പാന്റെ സ്ഥാനത്തുള്ള എളാപ്പാനെ കൊന്നവർക്ക് മാപ്പ് കൊടുത്ത, ഉറ്റവരെ കൊന്ന മുഴുവൻ ആളുകൾക്കും വിട്ടുവീഴ്ച ചെയ്ത അതുല്യമായ ഔദാര്യത്തിന്റെ അടയാളമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയുള്ള ശവ്വാലിന്റെ 15-നാണല്ലോ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായത്. ആ സഅദ് റളിയല്ലാഹു അൻഹു ജനാസ മരണത്തോട് മല്ലടിച്ച് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പോയി ഒന്ന് നോക്കാൻ. ഞാൻ പോയി നോക്കി. അപ്പോൾ സഅദ് ബിൻ മുആദ് അവസാന ശ്വാസത്തിലാണ്. ഞാൻ ചെന്ന് പറഞ്ഞു, മോനെ സഅദേ, മുത്തുനബി തങ്ങൾ അന്വേഷിക്കാൻ വിട്ടതാണ്.
അന്ത മിനൽ അഹ്യാഇ അം മിനൽ അംവാത്ത്, നിങ്ങൾ മരിച്ചോ ജീവിച്ചോ എന്നറിയാനാണ് എന്നെ വിട്ടത്. ഉടനെ സഅദ് ബിൻ മുആദ് തങ്ങൾ പറഞ്ഞു, അന മിനൽ അംവാത്ത്, ഞാനിതാ മരണത്തിലേക്ക് ചേർന്നിരിക്കുകയാണ്. എനിക്കൊരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എൻ്റെ സലാം പറയണം. എന്നിട്ട് പറയണം മുത്തുനബി തങ്ങളോട്, എനിക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം കിട്ടുന്നുണ്ട്. സഅദ് ബിൻ മുആദ് പറയാ, എനിക്ക് സ്വർഗത്തിൻ്റെ സുഗന്ധം കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് അല്ലെങ്കിൽ സഹപ്രവർത്തകരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇമയനങ്ങുന്ന ജീവനെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾ കാത്തോളണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈവിടല്ലേ. ഇത് മാത്രമേ എനിക്കൊരു വസിയത്ത് ചെയ്യാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് അടുത്തേക്ക് നിന്നാൽ, പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഇതിലേറെ വലിയൊരു അധ്യായം നമുക്ക് വായിക്കാനില്ല. ജീവൻ കൊടുത്ത് ഇതുപോലെ ഒരു നേതാവിനെ ബഹുമാനപ്പെട്ട സയ്യിദുനാ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഹദിൻ്റെ രണാങ്കണത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളഞ്ഞ് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ മിസ്അബ് ബിൻ ഉമൈർ തങ്ങൾ ശബ്ദമുണ്ടാക്കി ശത്രുക്കളുടെ മുഴുവനും ശ്രദ്ധ തന്നിലേക്ക് വിളിച്ചു. എല്ലാവരും എന്നെ നേരിട്ടോട്ടെ, മുത്തുനബി തങ്ങളെ നേരിടണ്ട എന്ന് കരുതി. അങ്ങനെ 80-ലേറെ പരിക്കുകൾ ഏറ്റുവാങ്ങിയ മഹാനാണ് സയ്യിദുനാ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന മഹാൻ.